അപ്പോൾ നമുക്ക് മെയിനായിട്ട് നമുക്ക് എന്താ അറിയേണ്ടത്, ഇന്ത്യൻ കണക്ഷൻ അറിയണം. ഇന്ത്യയിൽ എന്തിനാണ് എപ്സ്റ്റീന് ഒരു ഇൻട്രസ്റ്റ്, എന്തിനാണ്? അല്ലെങ്കിൽ ഈ ലോകത്തെ എത്ര രാജ്യങ്ങളുണ്ട്, എന്നിട്ടും ഇന്ത്യയിൽ എന്തിനാണ് എപ്സ്റ്റീന് വന്നിട്ട് ആൾക്കാരോട് സംസാരിക്കുന്നത്? ആരോടാണ് സംസാരിക്കുന്നത്? ഹൂ ഈസ് ഈ ടോക്കിംഗ് ടു, അല്ലെങ്കിൽ ഹൂ ഈസ് ഈ മീറ്റിംഗ് വിത്ത്? എപ്സ്റ്റീനെ കണ്ടു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എപ്പോൾ കണ്ടു, എന്തിനു കണ്ടു, അത് നമുക്ക് എന്തെങ്കിലും ഈ ഡോക്യുമെൻറ്റ്സ് ഒന്നും മെയിലിൽ എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? അതേപോലെ പിന്നെ കുറച്ച് ആൾക്കാരുണ്ട്. നമ്മുടെ ദുബായിലെ ഒരു ഷെയ്ഖ് ഉണ്ട്, സുൽത്താൻ എന്ന് പറഞ്ഞൊരു ചങ്ങായുണ്ട്. അയാളുടെ കേസും ജസ്റ്റ് നോക്കണം. പിന്നെ നമുക്ക് നോക്കേണ്ടത് ബിൽ ഗേറ്റ്സിൻ്റെയും ഇലോൺ മസ്കിൻ്റെയും കാര്യമാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് ഒരു മെയിൻ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോപ്പുലറായിട്ടുള്ള, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രം നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാം. ഒട്ടും സമയം കളയുന്നില്ല, നമുക്ക് അതിലോട്ട് കിടക്കാം. ഇന്ത്യൻ കണക്ഷൻ. എന്തിനാണ് ഇന്ത്യൻ കണക്ഷൻ? നമ്മൾ ഈ എപ്സ്റ്റീൻ്റെ ഇന്ത്യൻ കണക്ഷൻ്റെ ഒരു ആവശ്യം എന്താണ്? രാഹുൽ ഗാന്ധിൻ്റെ പേര് മെൻഷൻ ചെയ്യുന്നുണ്ട്, മോദിയുടെ പേര് മെൻഷൻ ചെയ്യുന്നുണ്ട്, അതുപോലെ ഒരുപാട് ആൾക്കാരുടെ പേരും നാളും ഒക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, 2 ടൈപ്പ് ഉണ്ട്. ഇത് ഞാനിങ്ങനെ പറഞ്ഞു തരേണ്ട ഒരു ആവശ്യമേ ഇല്ല. പക്ഷേ കുറേ ആൾക്കാരുടെ വിചാരം ഈ പേര് മെൻഷൻ ചെയ്താൽ അവർ എന്തോ തെറ്റ് ചെയ്തു. അങ്ങനെയല്ല. ഞാനത് കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇതൊരു ഗൂഗിൾ സെർച്ച് ചെയ്യുന്ന പോലെ, നിങ്ങൾക്ക് ആരുടെ പേരും എന്ത് പേര് വേണമെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. അത് ആ ഒരു ഡോക്യുമെൻറ്റിൽ വരും. അവരതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. രാഹുൽ ഗാന്ധിനെക്കുറിച്ച് സംസാരിക്കുന്നത്, രാഹുൽ ഗാന്ധി എന്ത് ഓപ്പോസിഷനാണ്, 2014 ഇലക്ഷൻ്റെ കാര്യമാണ് പറയുന്നത്. ഇവർ ഒരു ഡമ്മി ഓപ്പോസിഷനാണ്, ഒരു കാര്യമില്ല ഇവരെ കൊണ്ടുവന്നുള്ള വേറൊരാളുടെ റിപ്പോർട്ട് എപ്സ്റ്റീന് ഒരാൾ അയച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിലാണ് രാഹുൽ ഗാന്ധിൻ്റെ മെൻഷൻ. അതേപോലെ മോദിൻ്റെ കാര്യവും, മോദി ഇവരുടെ പ്ലാൻ അനുസരിച്ചിട്ട് ഇസ്രായേലിൽ പോയിട്ട് ട്രംപിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്തു എന്ന് അവർ പറയുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കേണ്ടത് എന്താണ് മോദി ചെയ്തത്, അതിൽ എന്തെങ്കിലും മെൻഷൻ ചെയ്യുന്നുണ്ടോ? വാട്ട് ഈസ് ദെയർ ഇസ്രായേൽ പ്ലാൻ? അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം മെൻഷൻ ചെയ്യുന്നുണ്ടോ? ഇസ്രായേലിൽ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് നമ്മുടെ ഇസ്രായേൽ വിസിറ്റ് ചെയ്യുന്നത് 2017 മോദിയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അവിടെ പോയിട്ട് ട്രംപിന് വേണ്ടിയിട്ട് എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ ഈ ഒരു ഡോക്യുമെൻറ്റ്സിൽ നിന്ന് എന്നാണ് നമ്മൾ ബേസിക്കലി നോക്കുന്നത്. പിന്നെ വേറെ ഏതെങ്കിലും ഇന്ത്യക്കാർ അയാളെ മീറ്റ് ചെയ്തിട്ടുണ്ടോ, അയാളെ കണ്ടിട്ടുണ്ടോ, സംസാരിച്ചിട്ടുണ്ടോ, എന്താണ് കാര്യങ്ങൾ? ഇനി ആരെങ്കിലും എപ്സ്റ്റീൻ ഐലൻഡുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, ഈ ഇല്ലീഗൽ ആക്ടിവിറ്റീസൊക്കെ നടക്കുന്ന സ്ഥലത്തേക്ക് ആരെങ്കിലും പോയിട്ടുണ്ടോ? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ത്യൻ കണക്ഷനിൽ നോക്കുന്നത്. ഇപ്പോൾ ഇതൊരു ടൈം ലൈൻ വെച്ച് നോക്കണം. ടൈം ലൈൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ എല്ലാ കാര്യം മനസ്സിലാവും. ആദ്യം നമ്മുടെ ഇന്ത്യൻ കണക്ഷനിൽ ആരൊക്കെ തമ്മിലാണ് സംസാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്കാരെ തമ്മിലല്ല, ജെഫ്രി എപ്സ്റ്റീനും DP വേൾഡിൻ്റെ മുൻ CEO ആയിട്ടുള്ള ഈ എപ്സ്റ്റീൻ്റെ പ്രശ്നം വന്നപ്പോൾ ഇയാൾ രാജിവെച്ചു. അയാളുടെ പേരാണ് സുൽത്താൻ അഹമ്മദ് ബിൻ സുലൈം എന്ന് പറഞ്ഞിട്ടുള്ള ആൾ. പുള്ളിക്കാരനും നമ്മുടെ എപ്സ്റ്റീനും കൂടെ സംസാരിക്കുകയാണ്. ആദ്യം എപ്സ്റ്റീൻ 20 ഫെബ്രുവരി 2017 ചോദിക്കുന്നുണ്ട്, ഡസ് അംബാനി വാണ്ട് ഫിഷ്? അംബാനിക്ക് ഫിഷ് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ റിപ്ലൈ വരുന്നുണ്ട്, ഹീ ഈസ് വെജിറ്റേറിയൻ, നോ ഫ്ലഷ് ഓഫ് എനി കൈൻഡ് എന്ന് സുൽത്താൻ റിപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എപ്സ്റ്റീൻ ഒരു വിയേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ഓക്കെ ഈവൻ ഐറിഷ് കൂടെ താല്പര്യമില്ലേ അല്ലെങ്കിൽ കഴിക്കില്ലേ എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. എന്താണ് ഈ ഐറിഷ് എന്ന് മനസ്സിലായില്ല. നേരത്തെ പറഞ്ഞ പോലെ ഈ ഫിഷും മറ്റ് സംഭവങ്ങളൊക്കെ ഇറ്റ്സ് നോട്ട് ലൈക്ക്, മനസ്സിലായില്ലേ? ഇവരിങ്ങനെ ഒരു കാര്യം ചോദിക്കുകയാണ്, ഫിഷ് ശരിക്കുള്ള ഫിഷാണോ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ആണോ എന്നറിയില്ല. അപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ ഒരു സംഭവം ചോദിക്കുന്നുണ്ട്. അപ്പോൾ എപ്സ്റ്റീൻ ഐ തിങ്ക് ഹീസ് ഗോയിങ് ടു മീറ്റ് അംബാനി അല്ലെങ്കിൽ അനിൽ അംബാനി ഫോർ ദ ഫസ്റ്റ് ടൈം. അതിൻ്റെ ഒരു ഒരുക്കങ്ങളാണ്, എന്താണ് ഇയാൾക്ക് താല്പര്യം എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ്. അപ്പോൾ ഇത് ഒറിജിനൽ ഫിഷാണോ അതിന് വേറെ എന്തെങ്കിലും ഫിഷാണോ എന്ന് അതിപ്പോൾ നമുക്കത് ഇവരോട് ചോദിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കാം എന്താണ് ഇവരിൻ്റെ ഒരു ഉദ്ദേശം. ഇനി ഇതേപോലെ 21 ഫെബ്രുവരി ദീപക് ചോപ്ര എന്ന് പറഞ്ഞിട്ടൊരു ഓത്തറുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു. അയാളുടെ കാര്യം അയാളുടെ അടുത്തും വ്യക്തമായിട്ട് ചോദിക്കുന്നുണ്ട്, ഡു യു നോ അനിലിനെ നിങ്ങൾക്ക് അറിയോ? അപ്പോൾ ദീപക് ചോപ്ര നല്ല ഡീറ്റെയിൽ ആയിട്ട് ഒരു മറുപടി കൊടുക്കുന്നുണ്ട്. ഭയങ്കര റിച്ചാണ്, അവർ കുറച്ച് എല്ലാവരും നോട്ടീസ് ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുള്ള ആൾക്കാരാണ്. ഡ്രീം വർക്സിൻ്റെ ഓണർഷിപ്പ് അവരുടെ കയ്യിലാണ്. ആൻറ്റില എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു
വീടില്ല നമ്മുടെ മുകേഷ് അംബാനിൻ്റെ, അതിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഏട്ടനും അനിയനും തമ്മിൽ അടിയാണെന്ന് വരെ പറയുന്നുണ്ട്. ബ്രദേഴ്സ് തമ്മിൽ അടിയാണ്, ഭയങ്കര റിച്ചസ്റ്റ് ഫാമിലി ഇൻ ഇന്ത്യ ആണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫുള്ള് ചെറിയൊരു ബ്രീഫ് ഡീറ്റെയിൽസ് ഗൂഗിളിൽ അടിച്ചാൽ കിട്ടാവുന്നേ ഉള്ളൂ ഇതൊക്കെ. പക്ഷെ എന്നാലും ദീപക് ചോപ്രയുടെ കയ്യിൽ നിന്ന് നേരിട്ട് ഈ ഡീറ്റെയിൽസ് 21-ാം തീയതി എടുക്കുന്നുണ്ട്. അതേപോലെ 22-ാം തീയതി ഫെബ്രുവരിയിൽ ഈ സുൽത്താൻ ബിൻ സുലൈം അനിൽ അംബാനിൻ്റെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് ജെഫ്രി എപ്സ്റ്റീൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും മെയിലുകൾ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ എന്താണ്, ഹീ ഈസ് ഗോയിങ് ടു മീറ്റ് അനിൽ അംബാനി ഫോർ ദ ഫസ്റ്റ് ടൈം ഓർ സംതിങ്. ഹീ ഡസൻ നോ അത് അയാൾക്ക് ആളെ അറിയില്ല. അത് ആദ്യമായിട്ട് മീറ്റ് ചെയ്യുമ്പോൾ കൂടുതലുള്ള ഫ്രണ്ട്സ് ഉണ്ട് ചോദിക്കില്ല, എന്താണ് ഇവൻ എങ്ങനെ ആളെങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ എന്നൊക്കെ ചോദിക്കില്ല. അതുപോലത്തെ ഒരു പരിപാടിയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇന്ത്യൻ കണക്ഷൻ അവിടെ ചെറുതായിട്ടൊന്ന് സ്റ്റോപ്പ് ചെയ്യാം. നമ്മൾ ഈ സുൽത്താൻ അഹമ്മദ് ബിൻ സുലൈം എന്ന് പറഞ്ഞില്ലേ, പുള്ളി എപ്സ്റ്റീൻ്റെ കേസ് വന്നത് ഈ ഒരു ഇമെയിൽസ് എല്ലാം ലീക്കായതിന് പുറത്ത് വന്നതിന് ശേഷം രാജിവെച്ചു. ഇപ്പോൾ ഡി പി വേൾഡിൻ്റെ CEO ഒരു ഇന്ത്യക്കാരനാണ്. ഓക്കെ, എന്താണ് ഡി പി വേൾഡ്? നമുക്കിനി ഈ സുൽത്താൻ്റെ കാര്യം പറഞ്ഞിട്ട്, കാരണം സുൽത്താനാണ് ഈ അനിൽ അംബാനിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആരാണ് ഈ സുൽത്താൻ എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം. എന്നാലേ നമുക്ക് ഈ ഫുള്ളൊരു കോൺടെക്സ്റ്റ് മനസ്സിലാവുള്ളൂ. ചുമ്മാ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് പോയിട്ടും കാര്യമില്ല. ഡി പി വേൾഡിൻ്റെ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഡി പി വേൾഡിൻ്റെ ശരിക്കുള്ള പണി എന്താ വെച്ച് കഴിഞ്ഞാൽ കണ്ടെയ്നറിൻ്റെ ട്രാൻസ്പോർട്ടേഷനാണ്, ലോജിസ്റ്റിക് സംഭവമാണ് മെയിൻലി. അത് കണ്ടെയ്നറാണ്. നമ്മളെപ്പോഴും ആലോചിക്കണം, ഹ്യൂമൻ ട്രാഫിക്കിംഗ്, ലോജിസ്റ്റിക്സ്, കണ്ടെയ്നർ, ഇത് ഭയങ്കര ബന്ധമാണ്. ഓക്കെ, പറഞ്ഞ് വിശ്വസിക്കില്ല. ഈ മേജറായിട്ടുള്ള ഈ ഇൻ്റർ കോണ്ടിനെൻ്റലും ഈ ഇൻ്റർ കൺട്രി അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പോകുന്ന ഹ്യൂമൻ ട്രാഫിക്കിംഗ് മുഴുവൻ നടക്കുന്നത് കണ്ടെയ്നർ വഴിയാണ്. അല്ലാതെ നമുക്ക് ഈ പാസ്പോർട്ടും ഇതൊന്നും കാണിച്ചിട്ട് ബലമായിട്ട് ആൾക്കാരെ കൊണ്ടുവരാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഈ ഇങ്ങനത്തെ പരിപാടികൾ മുഴുവൻ നടക്കുന്നത് ഈ കണ്ടെയ്നർ വഴിയും ഷിപ്പുകൾ വഴിയുമാണ്. അത് വളരെ നോൺ ഫാക്റ്റാണ്. അതുപോലെ ഡ്രഗ്സ് ആയാലും എന്തായാലും ഈ കണ്ടെയ്നർ വഴിയും ഷിപ്പ് വഴിയാണ് ഈ സാധനങ്ങൾ മുഴുവൻ വരിക. ഈ പ്ലെയിനിലൊക്കെ കൊണ്ടുവരുന്ന ഒരു പരിധിയുണ്ട്. അത് മറ്റേ സ്വർണം ചന്തിൻ്റെ ഉള്ളിൽ കയറ്റി കൊണ്ടുവരുന്ന പോലത്തെ അത് ഇത്ര ഉള്ളത് പറ്റും. പക്ഷേ ശരിക്കുള്ള സാധനങ്ങളൊക്കെ കണ്ടെയ്നർ വഴിയാണ് വരിക. അപ്പോൾ ഹൂ കൺട്രോൾസ് ദി കണ്ടെയ്നർ തിങ് ഹാസ് എ അപ്പർ ഹാൻഡ്. അല്ലെങ്കിൽ കണ്ടെയ്നറിൻ്റെ മൊത്തം പരിപാടി ആരാണോ കൺട്രോൾ ചെയ്യുന്നത് അവർക്ക് ഇതെല്ലാം ചെയ്യാൻ ഇങ്ങനെ ചെയ്യാം. അവർക്ക് ഇറ്റ്സ് ദാറ്റ് ഈസി, എന്ത് വേണമെങ്കിൽ ചെയ്യാം. സോ അവിടെയാണ് ഈ ഡി പി വേൾഡിൻ്റെയും നമ്മുടെ സുൽത്താൻ, ഇയാളുടെ വലിയ പേരാണ് സുൽത്താൻ നമ്മൾ വിളിക്കുക, ഈ സുൽത്താൻ്റെയും മെയിനായിട്ടുള്ള ഒരു സംഭവം ഇവിടെ വരുന്നത്. അത് ഇയാൾ ഇത്ര ഇമ്പോർട്ടൻ്റ് ആവുന്നതും അങ്ങനെയാണ്. ഡി പി വേൾഡ് പറഞ്ഞ ചെറിയ കളികളല്ല. 76 കൺട്രിയിൽ ഇവർക്ക് ഈ പോർട്ടുമായിട്ട് ഇവർ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വല്ലാർപാടത്ത് വരെയുണ്ട് ഇൻ്റർനാഷണൽ കണ്ടെയ്നർ ടെർമിനലില്ലേ, അതൊക്കെ ഇതിൻ്റെയാണ്. ഡി പി വേൾഡാണ് അതിൻ്റെ കോൺട്രാക്റ്റും ഇതൊക്കെ എടുത്തിരിക്കുന്നത്. ലോകത്തിലെ 10% ഈ കണ്ടെയ്നർ ട്രാഫിക്കിങ്ങിന് ലോകത്തിലെ 10% ഗ്ലോബൽ ട്രേഡ് ഹാൻഡിൽ ചെയ്യുന്നത് ഡി പി വേൾഡാണ്. ദുബായ് പോർട്ട് വേൾഡ്, അതാണ് ഡി പി വേൾഡ് കേട്ടോ. ബേസ്ഡ് ഓൺ ദുബായ് ആണ് ഇയാൾ. ഓക്കെ, ഇന്ത്യയിൽ തന്നെ 5 പോർട്ടുണ്ട്, മുംബൈയും ചെന്നൈയും ഉൾപ്പെടെ. ഇന്ത്യയിലെ 28% പോർട്ട് ബിലോങ് ടു ഡി പി വേൾഡാണ്. 28%. അത് ഇന്ത്യയിൽ ഓൾമോസ്റ്റ് ഒരു 1/3 ഡി പി വേൾഡിൻ്റെ കയ്യിലാണ് പോർട്ട്. ഇനി ഇയാൾ അയച്ച കുറച്ച് മെയിലുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇയാളുടെ ആദ്യത്തെ ഒരു ഭയങ്കര ഒരു സംഭവം ആയിട്ടുള്ള മെയിൽ ഒരു ടോർച്ചർ വീഡിയോ ആണ്. ഓക്കെ, അതായത് ഒരു ടോർച്ചർ വീഡിയോ, എന്ത് ടോർച്ചർ വീഡിയോ ആണ് ആരുടെയാണെന്നൊന്നും അറിയില്ല. പക്ഷേ എന്തോ ഒരു വീഡിയോ എപ്സ്റ്റീൻ അയച്ചു കൊടുത്തിട്ട് എപ്സ്റ്റീൻ അത് റിപ്ലൈ ചെയ്യുന്നതാണ്, എനിക്ക് ടോർച്ചർ വീഡിയോ ഇഷ്ടമായി എന്ന് പറയുന്ന ഒരു മെയിലായിരുന്നു. അപ്പോൾ ആരാണ് ഈ ടോർച്ചർ വീഡിയോ എപ്സ്റ്റീൻ അയച്ചത് എന്ന് പറഞ്ഞിട്ടായിരുന്നു ആദ്യം ഭയങ്കര ബഹളം. അപ്പോൾ അത് അവസാനം തോമസ് മേസിയാണ് ഈ വിവരം പുറത്തുവിടുന്നത്. ടോർച്ചർ വീഡിയോ എന്ന് പറഞ്ഞിട്ട് അയച്ചത് ഈ അൺറിഡാക്റ്റഡ് ഡോക്യുമെൻറ്റ്സ് കുറേ റെപ്രസെൻറ്റേറ്റീവുമാർ കാണാൻ പോയി എന്ന് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, എന്നിട്ട് 1 മില്യൺ തവണ ഡൊണാൾഡ് ട്രംപിൻ്റെ പേരുണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ. ആ കാണാൻ പോകുമ്പോൾ തോമസ് മാസി എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരുടെ അടുത്ത് എക്സിൽ ചോദിച്ചു, നിങ്ങൾക്ക് ഏത് മെയിലാണ് നിങ്ങൾക്ക് അൺറിഡാക്റ്റ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞത് ഈ ടോർച്ചർ വീഡിയോൻ്റെ കാര്യമാണ്.
അപ്പോൾ ആ ടോർച്ചർ വീഡിയോൻ്റെ കാര്യം പുള്ളി അവിടെ വന്നതും പറഞ്ഞു, ഇത് ഇങ്ങനൊരു സുൽത്താനാണെന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്, DP വേൾഡിൻ്റെ CEO ആയിട്ടുള്ള ആളാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. സോ പുള്ളിയാണ് ഈ ന്യൂസ് പുറത്ത് വിടുന്നത്. ഇത് ഒഫീഷ്യൽ ന്യൂസാണ്. ഇത് നമ്മൾ അത് മറ്റേ ഇതൊന്നുമല്ല, അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും ഫിഷ് എന്ന് പറഞ്ഞാൽ മറ്റേതായിരിക്കും അങ്ങനത്തെ അല്ല കേട്ടോ. ഇത് ഇറ്റ്സ് ഡയറക്റ്റിങ്. അപ്പോൾ ഇയാളുടെ കുറച്ച് മെയിലുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു റഷ്യൻ സൈപ്രിയോട്ട് ഗേൾ, അതിലെന്തോ ഒരു 2 രാജ്യങ്ങളിലുള്ള ഒരു പെൺകുട്ടീൻ്റെ കാര്യം പറയണം. അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ ദുബായിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ബെസ്റ്റ് സെക്സും ബെസ്റ്റ് ബോഡിയാണ് ആ പെൺകുട്ടിയുടെ എന്ന് സുൽത്താൻ ഇയാളോട് പറയുന്നുണ്ട്. പിന്നെ മുസ്ലിംസിനെ കുറിച്ച് തന്നെ ഇയാൾ എന്നെ കുറ്റം പറയുന്നുണ്ട്. അത് വേറൊരു കോമഡി. അതായത് എൻ്റെ ഒരു കൂട്ടുകാരൻ സൗദി മോസ്കിൽ പോയി. അപ്പോൾ ആൾക്കാർ ഇങ്ങനെ ബോൾസ് ചൊറിയുന്നുണ്ട്. അപ്പോൾ ഇവർ ശരിക്കും ബോൾസ് ചൊറിയാണോ അതോ ഇവർ ബോംബ് പൊട്ടിക്കാൻ വേണ്ടി മറ്റേ ബട്ടൺ അമർത്തുകയാണോ എന്ന് സംശയം വന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, പേടിയായി എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ഈ ദുബായിലുള്ള ആൾ ഈ മുസ്ലിംസിനെ കുറിച്ച് തന്നെ അയാൾ എന്നെ കളിയാക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ ജെഫ്രി എപ്സ്റ്റീൻ ഈ സുൽത്താൻ മെസ്സേജ് അയക്കുന്നത് 23 ഏപ്രിൽ 2016. അതായത് ഇവർ വെറുതെ ഇങ്ങനെ ഒരു മറ്റേതുപോലെ പറയുകയാണ്. അതായത് നോ ഗേൾ ഇൻ ദുബായ് ഈസ് സേഫ് ടുനൈറ്റ് എന്നാണ് ഈ ഒരു മെയിലിൽ പറയുന്നത്. സോ എന്താണ് അതിൻ്റെ അർത്ഥം? അതിന് ഒരർത്ഥമേ ഉള്ളൂ. ദുബായിൽ ഓൾറെഡി നമ്മൾ കുറേ ഇങ്ങനെ ഇത് കേട്ടിട്ടുണ്ട്. ഈ പ്രോസ്റ്റിറ്റ്യൂഷനും ഈ ഇൻസ്റ്റാഗ്രാമിലെ കുറേ മോഡൽസിനും ഈ ഓൺലി ഫാൻസ് മോഡൽസിനെയൊക്കെ വിളിച്ച് വരുത്തിയിട്ട് ദേ ആർ ഡൂയിങ് ആദ്യത്തെ 2-3 ദിവസം കുറേ ഷോപ്പിങ്ങും അവർക്ക് ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ബാഗും ഈ ലൂയി വിട്ടോൻ്റെ ബാഗും ഇവരിങ്ങനെ കുറേ സാധനങ്ങൾ മേടിക്കുമല്ലോ. എന്താണ് ബേക്കിൻ്റെ കുറേ ബാഗുകൾ, പിന്നെ അങ്ങനെ എന്താ നിങ്ങൾക്ക് വേണ്ടത് എല്ലാം മേടിച്ച് കൊടുക്കും ആദ്യത്തെ 2 ദിവസം. 3-ാമത്തെ ദിവസം ഒരു ഇതുപോലത്തെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് എന്തൊക്കെയോ ചെയ്യുന്ന പറയുന്നത്. മെയിൻ ഒരു സംഭവം എല്ലാവരും പറയുന്ന ഒരു കാര്യം ഷിറ്റിങ്. അതായത് പെൺകുട്ടികളെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് കിടത്തിയിട്ട് ഈ ദുബായിലുള്ള കുറച്ച് അറബികൾ പോലത്തെ ആൾക്കാർ അതിൻ്റെ മേലെ ഇരുന്നിട്ട് ദേ വിൽ ലിറ്ററലി ഷിറ്റ് ഓൺ ദ ഗേൾസ് എന്നാണ് പറയുന്നത്. അത് ഒരാളില്ല, പല പെൺകുട്ടികളും പേടിച്ചിട്ട് പറയുന്നില്ല. NDA ഒക്കെ സൈൻ ചെയ്തിട്ടുണ്ടാവും. അതാണ് ഇവിടുത്തെയൊക്കെ ഒരു കാര്യം. ഈ NDA എന്ന് പറഞ്ഞിട്ട് നോൺ ഡിസ്ക്ലോഷർ എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഗ്രിമെൻറ്റ് ഇപ്പോൾ ഐലൻഡിൽ പോവുകയാണെങ്കിൽ തന്നെ ആ എൻട്രൻസിൽ തന്നെ അത് ഒപ്പിട്ട് വാങ്ങിക്കും. അത് ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളോ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്നോ ഒരാളോട് പറയാൻ പറ്റില്ല. പറഞ്ഞാൽ അത് കേസാവും. സൂ ചെയ്യുക. ഇത്ര രൂപയ്ക്ക് അയക്കായിരിക്കും അവർ ഭയങ്കര എമൗണ്ടിനൊക്കെ ആയിരിക്കും സൂ ചെയ്യുക. അവരിനെ എതിർക്കണമെങ്കിൽ അത്രയും രൂപ കൊടുത്ത് വക്കീലിനൊക്കെ വെച്ച് കേസൊക്കെ വാദിക്കണം. അപ്പോൾ അതൊക്കെ ഭയങ്കര പണിയാണ്. അതൊന്നും ആരും ചെയ്യില്ല. അതുകൊണ്ട് തന്നെയാണ് പല വിക്ടിംസും എല്ലാവരും മിണ്ടാതിരിക്കുന്നത്. ഈ ദുബായിൽ പോകുന്ന ഈ ഓൺലി ഫാൻസ് മോഡൽസും ഈ ഇൻസ്റ്റാഗ്രാം മോഡൽസൊക്കെ മിണ്ടാതിരിക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞ കാര്യമാണ് ഈ ഗേൾസിൻ്റെ മേലെ കയറി ഇരുന്ന് ഷിറ്റ് ചെയ്യുന്ന കാര്യം. അപ്പോൾ അതുപോലെ ഇവരെന്തോ ദുബായിൽ ഈ 23 ഏപ്രിൽ 2016 ചെയ്തിട്ടുണ്ട്. 2 പേരും ദുബായിലുണ്ടെന്ന്. ഓക്കെ. അങ്ങനെ എന്തോ ഒരു മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇനി അടുത്തത് ഇത് വേറൊരു ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്. അതായത് 19 ജനുവരി 2010 ഒരു ഹമാസിൻ്റെ ഒരു മെയിൻ നേതാവിനെ ദുബായിൽ വെച്ച് കൊന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ. മുഹമ്മദ് മബ്ബാന്നോ എന്തോ ഒരു പേരുള്ള ഒരാളിനെ അസാസിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹോട്ടൽ റൂമിൽ വെച്ചിട്ട്, ദുബായിൽ വെച്ചിട്ട്. ഓക്കെ. ഒരു സീനിയർ ഹമാസ് ഒഫീഷ്യലാണ് പുള്ളിക്കാരൻ. അപ്പോൾ സുൽത്താൻ എപ്സ്റ്റീന് അയച്ചൊരു മെയിലുണ്ട്. I am attaching some media clipping regarding the Israeli operation in Dubai. What happened doesn't help anyone എന്ന് പറഞ്ഞിട്ട് ഒരു മെയിൽ അയക്കുന്നുണ്ട്. ഓക്കെ. അതായത് he is sending some details. They are even discussing about that ഇസ്രായേലുകാരൻ്റെ ഹമാസുകാരനെ കൊന്ന ആ ഒരു ഓപ്പറേഷനെ കുറിച്ച് അവർ സംസാരിക്കുന്ന കാര്യമുണ്ട്. സോ വാട്ട് ഹാപ്പൻ ഡസിൻ ഹെൽപ്പ് എനിവൺ എന്നൊക്കെ പറഞ്ഞ് അത് ഇവർ തമ്മിൽ എന്തൊക്കെയോ ഒരു ഡീലുണ്ട്. ഓക്കെ. അപ്പോൾ അതിനെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്. ഞാൻ അടുത്തത് ഒരു DNA ഓർഡർ. ഈ അമേരിക്കയിൽ 23andMe എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി ഉണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളും ഈ സ്വാബാന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ DNA ചെക്ക് ചെയ്യാം. നമ്മുടെ ആൻസിസ്ട്രി, നമ്മൾ എത്ര ശതമാനം ഇന്ത്യക്കാരനാണ് അല്ലെങ്കിൽ എത്ര ശതമാനം വേറെ രാജ്യത്തു നിന്ന് നമുക്ക് അവിടെ ആൻസിസ്റ്റർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കത് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ വേറെ
എന്താണ് വേറെ രാജ്യത്തു നിന്ന് വരുന്ന ആരെങ്കിലും നിങ്ങളുടെ വല്ല മുതുമുത്തച്ഛൻ്റെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ ആ ഒരു സംഭവമൊക്കെ നമ്മുടെ DNA നോക്കി കിട്ടും. അപ്പോൾ അങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇങ്ങനെ കുറേ വീഡിയോസ് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇയാൾ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, 30 കിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സംഭവമുണ്ട്. ഫുള്ള് ഈ സ്വാബ് വരും, ഇത് വരും, ഇത് ആദ്യം നമുക്ക് തരും. പിന്നെ നമ്മൾ നോക്കി ഇങ്ങനെ നമ്മളത് സ്വാബ് എടുത്തിട്ട് അവർക്കത് അങ്ങോട്ട് അയച്ചു കൊടുക്കണം. അങ്ങനെ എന്നിട്ട് അവർ ടെസ്റ്റ് ചെയ്തിട്ടാണ് അവർ സാധനം തരിക. 30 കിറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് എന്താ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ 23andMeയിലെ ആൾക്കാർ ഈ ഒരു ഓർഡർ കണ്ടിട്ട് അവർ പേടിച്ചിട്ട് ഇതെന്താ ഇത്രയും ഓർഡർ ഒരുമിച്ച് ഒരാൾ ഒരു സ്ഥലത്തേക്ക് ഓർഡർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു ഒരു കൺഫർമേഷൻ മെയിൽ വരെ വന്നിട്ടുണ്ട്. ഇത് ഉള്ളത് തന്നെ ആണല്ലോ അല്ലേ, നിങ്ങൾ അറിയാതെ 30 അടിച്ചതല്ലല്ലോ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തന്നെ പാനിക്ഡായി എന്ന് പറഞ്ഞ് ഉള്ളതാണ് സത്യം. അപ്പോൾ ഈ 23andMe കമ്പനിക്കാരനെ അപ്പോൾ അങ്ങനെ ഒരു സംഭവം അയച്ചിട്ടുണ്ട്. എന്തിനായിരിക്കും ഈ DNA സാമ്പിൾ അയക്കുന്നത്? ഈ 30 പേരുടെ ആരാണ് ഈ 30 പേര്? വെറുതെ തമാശയ്ക്ക് വേണ്ടിയിട്ട് വർക്കേഴ്സിനോ അവർക്ക് കൊടുക്കാൻ ആണോ, അതോ ഹ്യൂമൻ ട്രാഫിക്കിംഗ് ചെയ്ത ആരെങ്കിലും പെൺകുട്ടികളോ വേറെ ആരെങ്കിലും വന്നിട്ട് അവരിനെ നോക്കാനാണോ അറിയില്ല. പിന്നെ പുള്ളിക്കാരന് ഡ്രഗ്സിൽ താല്പര്യമില്ല, സുൽത്താൻ ഡ്രഗ്സിൽ താല്പര്യമില്ല. അത് പുള്ളിക്കാരൻ തന്നെ പറയുന്നുണ്ട്. എനിക്ക് ഐ ഡു ഓൺലി ഗേൾസ്, ഐ വിൽ സ്റ്റേ അവേ ഫ്രം ഡ്രഗ്സ് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പറയുന്നുണ്ട്. നല്ല കാര്യം. അപ്പോൾ DP വേൾഡ് വഴി ഡ്രഗ്സ് ഒന്നും കടത്തുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. അറിയില്ല ഇയാളാണോ. അതായത് നമ്മൾ ആലോചിക്കണം, ഈ പണ്ട് ഈ പാബ്ലോ എസ്കോബാറൊക്കെ ഫ്ലൈറ്റിൽ ഒരു ലിമിറ്റഡ് ക്വാണ്ടിറ്റി സാധനങ്ങളെ കൊണ്ടുപോകുന്നുള്ളൂ. പിന്നീടാണ് ഈ കപ്പൽ വഴി കണ്ടെയ്നർ വഴിയൊക്കെ വരുന്നത്. അത് ഒരു 10 കണ്ടെയ്നർ പിടിച്ചാൽ അപ്പുറത്ത് 200 കണ്ടെയ്നർ അവർ കടത്തിയിട്ടുണ്ടാവും ഓൾറെഡി. അത് ഈ വലിയ സാധനങ്ങളൊക്കെ ഇല്ലീഗലായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഹെവി ക്വാണ്ടിറ്റിയിൽ ഹെവി ആൾക്കാർ അയക്കുന്നത് കണ്ടെയ്നർ വഴിയാണ്. അപ്പോൾ അതാണ് ഈ കണ്ടെയ്നർ ബിസിനസ്സിൻ്റെ ഒരു ഇമ്പോർട്ടൻസേ അതാണ്. മേ ബി എപ്സ്റ്റീൻ ഇയാളോട് ഫ്രണ്ട്സ് ആയതും ഇയാളെ ഇങ്ങനെ ഒരു അടുത്ത ഒരാളായിട്ട് വെക്കുന്നതും മേ ബി ഇതൊക്കെ കൊണ്ടായിരിക്കും. ഇയാൾക്ക് ഇത്രയും പവർ ഉള്ളത് കൊണ്ടും ഇയാൾ കണ്ടെയ്നർ ബിസിനസ്സിൻ്റെ മെയിൻ ആളായതുകൊണ്ടും ആയിരിക്കും, പറയാൻ പറ്റില്ല. പിന്നെ ഇയാളുടെ വേറൊരു തോന്നിയ ദിവസം ഇയാളൊരു മെയിൽ അയച്ചിട്ടുണ്ട് എപ്സ്റ്റീന്. അതായത് ഒരു കമ്പനി ഉണ്ട്, ആ കമ്പനി ഷൂവിൽ GPS വെക്കുന്ന ഒരു കമ്പനിയാണ്. ഓക്കെ, കുട്ടികളുടെ ഷൂവിൽ GPS വെക്കുന്ന ഒരു കമ്പനിയാണ്. അത് ഇയാൾ എപ്സ്റ്റീന് അയച്ചിട്ടുണ്ട്. അത് എന്തിനാണെന്ന് മനസ്സിലായില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സംവാദം, അതായത് കുട്ടികൾ കാണാതെ പോകണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവർ ആ കമ്പനി ഉണ്ടാക്കിയത്. വേറെ കമ്പനിയാണ്, പക്ഷെ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എപ്സ്റ്റീൻ ഇയാൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏതോ ഒരു ബിസിനസ് വുമൻ പാവം എന്തോ ഒരു ബിസിനസ് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇയാളുടെ അടുത്ത് എന്തോ മീറ്റിങ്ങിനോ എന്തോ വന്നതാണ്. കുറേ ഇയാളുടെ അപ്പോയിൻമെൻ്റ് എന്തോ കിട്ടിയതാണ്. അപ്പോൾ ഇയാൾ പറയുന്നത് ആ പെണ്ണ് എൻ്റെ അടുത്ത് ബിസിനസ് സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്, എനിക്കാണെങ്കിൽ പുസ്സിനെസ്സിലാണ് താല്പര്യം എന്ന് പറഞ്ഞിട്ട് ഇയാൾ പറയുന്നത്. എന്താ ചെയ്യുക? അപ്പോൾ ഇതൊക്കെയാണ് മെയിലുള്ള കാര്യങ്ങൾ. ഇനി നമ്മളൊരു വേറൊരു കാര്യം കൂടി നോക്കണം. ഈ സൊമാലിലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്. ഇതൊരു ബിഹൈൻഡ് ദ സീൻസ് സംഭവമാണ്. ഇത് നമുക്ക് ഈ DP വേൾഡിൻ്റെയും ഇസ്രയേലിനെയും UAE നമ്മുടെ ദുബായിനെയും എല്ലാം കൂടി കണക്ട് ചെയ്യിപ്പിക്കുന്ന, എപ്സ്റ്റീനെയും എല്ലാം കൂടി കണക്ട് ചെയ്യിപ്പിക്കുന്ന ഒരു സംഭവമാണ്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇത് മെയിലത്തെ കാര്യമല്ല. ഇത് നമ്മൾ ഇയാളുടെയും ഈ ദുബായിൻ്റെയും ഈ ഇസ്രായേലിൻ്റെയും ഒരു മൊത്തത്തിലുള്ളൊരു ഒരു കിടപ്പ് വശം എങ്ങനെയാണ് എന്ന് നമ്മൾ നോക്കണം. അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. സൊമാലിലാൻഡ് എന്ന് പറഞ്ഞിട്ട് സൊമാലിയൻ്റെ നോർത്തിൽ ഒരു ചെറിയൊരു സ്ഥലം, അത് അവർ ഞങ്ങൾക്ക് വേറൊരു രാജ്യമാക്കണം എന്ന് പറഞ്ഞിട്ട്, രാജ്യമാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. സൊമാലിലാൻഡ് എന്നാണ് ആ ഒരു അവരെ തന്നെ വിളിക്കുന്നത്. ഒരു ഫാൻറ്റം കൺട്രിയാണ്. ആരും ഒരുപാട് പേരൊന്നും അംഗീകരിച്ചിട്ടില്ല. ആകെ അംഗീകരിച്ചിട്ടുള്ളത് ഡിസംബർ 26 2025 എപ്പോൾ ഈ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഇസ്രയേലുകാരാണ് ഇവരിനെ ആദ്യമായിട്ട് അംഗീകരിക്കുന്ന ഒരു രാജ്യം. അപ്പോൾ എന്താണ് ഈ സൊമാലിലാൻഡിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബാബ് അൽ മണ്ടബ് സ്ട്രേറ്റ് എന്ന് പറഞ്ഞിട്ട്
ഞാൻ ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അതായത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ചോക്ക് പോയിൻ്റാണ്. നമ്മുടെ ഏഷ്യ ടു യൂറോപ്പിലേക്ക് എല്ലാം പോകുന്ന ഈ ഇന്ത്യൻ ഓഷ്യനെയും സൂയിസ് കനാലിനെയും മെഡിറ്ററേനിയൻ സീനെയും എല്ലാം കൂടി കണക്ട് ചെയ്യുന്ന ആ ഒരു കടലിടുക്കുണ്ടല്ലോ, അതിക്ക് പോകുന്നൊരു വഴിയാണ്, നമ്മൾ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് ഒക്കെ പോലെ പോകുന്നൊരു വഴിയാണ് ഈ ബാബ് അൽ മണ്ടബ് സ്ട്രൈറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് കിടക്കുന്നതാണ് സൊമാലിയ, തൊട്ട് മേലെയാണ് യമൻ. അതാണ് ഈ യമൻകാർ, ഈ ഹൂതീസ്, യമനിലുള്ള ഹൂതീസ് ഇടയ്ക്കിടയ്ക്ക് ഈ കപ്പൽ പോണതിനൊക്കെ പൊട്ടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്ക് നമ്മൾ ന്യൂസുകളൊക്കെ കേൾക്കാറില്ല. അത് എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ഇടുക്കാണ്, ചെറിയൊരു പോർഷനാണ്. അപ്പോൾ അതിൽ കൂടെ വേണം ഈ സൂയിസ് കനാലിലേക്ക് എല്ലാ കപ്പലും പോകുന്നത്. ആ ഒരു കടലിടുക്കി കൂടെയാണ്. ഈ 30% ഈ ബാബൽ മണ്ഡപിൻ്റെ ജസ്റ്റ് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞു കഴിഞ്ഞാൽ 30% ഓയിൽ വേൾഡിൽ ഇതിൽ കൂടെയാണ് പോകുന്നത്. അതേപോലെ 40% ഡ്രൈ ഗുഡ്സും ഇതിൽ കൂടെയാണ്. ലോകത്തിൻ്റെ ഗ്ലോബൽ ട്രേഡിൻ്റെ മൊത്തം പോകുന്നത് ഇതിൽ കൂടെയാണ്. ഹൂതീസ് നോർത്ത് നിന്ന് അറ്റാക്ക് ചെയ്യും. ഈ സൊമാലിയക്കാർ ഈ പൈറേറ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവർ ഫുള്ള് ഈ കപ്പലിനെ പോയി അറ്റാക്ക് ചെയ്യുക. ഏതൊരു സിനിമയൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ടോം ഹാങ്ക്സിൻ്റെ ഒരു സിനിമയൊക്കെ ഉണ്ട് ഇതിനെക്കുറിച്ച്. ഈ കപ്പലിൽ വന്നിട്ട് ഈ സൊമാലിയക്കാർ പൈറേറ്റ്സ് ആയിട്ട് വന്നിട്ട് മറ്റേ അറ്റാക്ക് ചെയ്യുന്നതും അവരുടെ ബന്ദികളാക്കി വയ്ക്കുന്നതൊക്കെ ഒരു സംഭവമുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ആ ഏരിയ കുറച്ച് പ്രശ്നമുണ്ട്. അപ്പോൾ ഏറ്റവും പ്രശ്നമുള്ളത് ഈ നോർത്ത് യമനിലുള്ള ഹൂതീസാണ്. ഹൂതീസും ഇറാൻകാരും കട്ടക്കാണ്. ലൈക്ക് ദേ ആർ വെരി മച്ച് ഇൻ ടേംസ് വിത്ത് ഈച്ച് അതർ. ഓക്കെ, അപ്പോൾ അത് ആർക്ക് ഒരു പ്രശ്നമാണ്? ഇസ്രയേലിനൊരു പ്രശ്നമാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൊമാലി ലാൻഡുമായിട്ട് അവരിനെ പിരിച്ചു, ആ രാജ്യത്തിനെ പിളർത്തി എന്ന് പറയാം. എന്തിനാ വെച്ച് കഴിഞ്ഞാൽ 2 ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായി. ഒന്ന് ടീം സൊമാലിയും ഒന്ന് ടീം സൊമാലി ലാൻഡും. ടീം സൊമാലി ലാൻഡ് നോർത്തിലാണ്, നേരെ ഹൂതീസിൻ്റെ ഓപ്പോസിറ്റാണ് ആ രാജ്യം. ആ മാപ്പ് ഇവിടെ കൊടുക്കുക. ആ മാപ്പ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഹൂതീസിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സൊമാലി ലാൻഡ്. അപ്പോൾ ഹൂതീസ് എന്തെങ്കിലും അറ്റാക്ക് ഉണ്ടെങ്കിൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, അതിനെ തടുക്കാനും വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു സ്ഥലം ഇവർ തന്നെ ഒരു രാജ്യത്തിനെ പിളർത്തിയത്. അപ്പോൾ ആരൊക്കെയാണ് ടീം സൊമാലിയയിൽ നോക്കിക്കഴിഞ്ഞാൽ, ഓഫ് കോഴ്സ് സൊമാലിയൻ ഗവൺമെൻറ് അവരുടെ കൂടെയാണ്. ഈജിപ്ത്, ടർക്കി, ഹൂതീസ്, ഈ 3 ഈ ചെറിയ കുറച്ച് ടീമുകളും, പിന്നെ ഇറാനുണ്ട്. പക്ഷേ ഇറാൻ കളത്തിലില്ല, അപ്പുറത്താണുള്ളത്. ഇറാൻ ഹൂതീസിനെ സപ്പോർട്ട് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഇപ്പുറത്ത് സൊമാലിലാൻഡിൻ്റെ കൂടെ ആരൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ദുബായ്, UAE, ഫസ്റ്റ് UAE, എത്യോപ്യ, ഇസ്രായേൽ. ഈ 3 രാജ്യങ്ങൾ സൊമാലിലാൻഡ് പുതിയൊരു രാജ്യമാവണം, ഈ സൊമാലിയിൽ നിന്ന് വിട്ടുവരണം എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ ഈ DP വേൾഡ് എവിടെ നിന്ന് വരുന്നു? ഈ DP വേൾഡും ഇപ്പോൾ ഈ പറഞ്ഞ സംഭവമൊക്കെ ആയിട്ട് എന്താ ബന്ധം ചോദിച്ചു കഴിഞ്ഞാൽ, ഇതെന്തോ ഒരു ജിയോ പൊളിറ്റിക്കൽ പ്രശ്നം പോലെ ഉണ്ട് കേൾക്കുമ്പോൾ. പക്ഷേ അവിടെ DP വേൾഡിൻ്റെ ബന്ധം, അല്ലെങ്കിൽ ഈ UAE സ്പോൺസറായിട്ടുള്ള DP വേൾഡിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് അവിടെ എവിടെയാണ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ജിബൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോർട്ടുണ്ട്. ഓക്കെ, സൊമാലിൻ്റെ തൊട്ട് മുകളിൽ കിടക്കുന്ന ഒരു രാജ്യമാണ് ജിബൂട്ടിൻ്റെ പോർട്ട് 2006 DP വേൾഡുകാരാണ് അത് ഇനീഷ്യൽ സ്റ്റേജിൽ അവരുടെ ഡെവലപ്മെൻറ്റും അതിൻ്റെ മെയിൻ്റനൻസും നടത്തിപ്പ് അവകാശമൊക്കെ അവരുടെ കയ്യിലായിരുന്നു 2018 വരെ. 2018 ഒരു കാര്യം സംഭവിച്ചു. ജിബൂട്ടി ഗവൺമെൻറ് DP വേൾഡിനെ പുറത്താക്കി. എന്നിട്ട് ചൈനീസുകാർക്ക് കൊടുത്തു പോർട്ട്. കെട്ടാനും മറ്റേതൊക്കെ അവർ ഉപയോഗിച്ചെങ്കിലും ചൈനക്കാരെ അറിയാമല്ലോ, ഡെപ്റ്റ് ട്രാപ്പിൽ കൊടുക്കുന്ന മെയിൻ ആൾക്കാരാണ് ചൈനക്കാർ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നല്ല ഓഫറൊക്കെ കൊടുത്തിട്ട് DP വേൾഡിനെ പുറത്താക്കിയിട്ട് ചൈനക്കാർക്ക് ജിബൂട്ടിക്കാർ അത് കൊടുത്തു. അപ്പോൾ DP വേൾഡിന് അവിടെ ഒരു പ്രസൻസ് ഇല്ലാതെ പോയി. അപ്പോൾ അവരെന്ത് ചെയ്ത്, സൊമാലിലാൻഡിൽ പോർട്ട് ഓഫ് ബർബറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോർട്ടിന് $440 മില്യൺ അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു പോർട്ട്, ജിബൂട്ടി പോർട്ടിനെ എതിരെ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു പോർട്ട് ഉണ്ടാക്കി. ബാർബറ കൊറിഡോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൊറിഡോറേ ഉണ്ടാക്കി. അവിടെ ആ ഒരു കൊറിഡോർ ഉണ്ടാക്കിയത് കൊണ്ട് ആർക്കൊക്കെ ബെനിഫിറ്റ്? ഇസ്രായേലിനുള്ള ബെനിഫിറ്റ്, അവിടുത്തെ മിലിറ്ററി ഫെസിലിറ്റി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ബർബറ എയർപോർട്ട് ഉണ്ട്. ആ ബർബറ എയർപോർട്ട്, ഈ സൊമാലിലാൻഡിലുള്ള ബർബറ എയർപോർട്ടാണ് ലോങ്ങസ്റ്റ് ലാൻഡിങ് സ്ട്രിപ്പ്. ആ ഒരു ഏരിയയിലുള്ള
ഏറ്റവും വലിയ ലോങ്ങസ്റ്റ് ലാൻഡിങ് സ്ട്രിപ്പ് ഉള്ളത് ഈ ബെർബറ എയർപോർട്ടിലാണ്. അപ്പോൾ ആ ബെർബറ എയർപോർട്ടും ഈ ബെർബറ പോർട്ടും അടുത്തടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ മൊത്തം ഈ ഫെസിലിറ്റി നമുക്ക് ഇവർക്ക് യൂസ് ചെയ്യാൻ പറ്റും, ഇസ്രായേലുകാർക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ എയർപോർട്ടും പോർട്ടും ഇപ്പോൾ ആരുടെ കയ്യിലാണ്? ഈ നമ്മുടെ UAE കയ്യിലാണ്, സൊമാലി ലാൻഡിലുള്ള. അതൊരു രാജ്യമായിട്ടില്ല, ആവുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാ റൈറ്റ്സും എല്ലാ സംഭവങ്ങളും ഈ അതായത് ആക്ച്വലി ദുബായിക്കാരും ഇസ്രായേലുകാരും കൂടെ, UAE ഇസ്രായേലുകാരും കൂടെ വേറൊരു രാജ്യത്തിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ആ രാജ്യത്തിൻ്റെ പോർട്ടും എയർപോർട്ടും എല്ലാം ഇപ്പോൾ അവരാണ് കൺട്രോൾ ചെയ്യുന്നത്. മിനറൽസും എല്ലാം, അത് ഓഫ് കോഴ്സ് എല്ലാ സംഭവങ്ങളും ഇപ്പോൾ അവരാണ് കൺട്രോൾ ചെയ്യുന്നത്. ഗൾഫ് ഓഫ് ഏഡൻ ഇപ്പോൾ ആരുടെ കൺട്രോളിലാണ്? ഇവരുടെ കൺട്രോളിലാണ്. ഈ സൊമാലി ലാൻഡിൻ്റെ ആരാണ് സൊമാലി ലാൻഡിനെ കൺട്രോൾ ചെയ്യുന്നത്? അവരാണ് ഇപ്പോൾ ഗൾഫ് ഓഫ് ഏഡന് വേണ്ടിയിട്ടാണ് ഇത് മൊത്തം, അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ മൊത്തം ഇത് ചെയ്യുന്നത്. ഇത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. കാരണം ഇത് വെറുതെ പറയുന്നതല്ല. സൊമാലി ലാൻഡിനെ കുറിച്ച് 51 തവണ മെൻഷൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ എപ്സ്റ്റീൻ്റെ ഡോക്യുമെൻറ്റ്സിൽ. അതിൽ ഒരു ഐഡിയ എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഒരു മെസ്സേജ് അയക്കുന്നുണ്ട്, ഐ ഹാഡ് എ ഫൺ ഐഡിയ എന്ന് പറഞ്ഞിട്ട്. ആരാണ് അയക്കുന്നത് റിഡാക്ട് ചെയ്തിട്ടുണ്ട്. സൊമാലി വുഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റുഡിയോ നമുക്ക് ഉണ്ടാക്കിയാലോ, ഹോളിവുഡൊക്കെ പോലെ. ചിൽഡ്രൻസ് പ്രോഗ്രാമും ആഫ്രിക്കൻ കിഡ്സിന് വേണ്ടിയിട്ടുള്ള ചിൽഡ്രൻ പ്രോഗ്രാമൊക്കെ നമുക്ക് ഉണ്ടാക്കാം. ഞാനിത് ജെഫ്രിയോട് സംസാരിക്കാം, ഇത് ഭയങ്കര ഫണ്ണായിരിക്കും ഈ ഒരു സംഭവം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു മെയിലിൽ അത് മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ പിന്നെ അടുത്ത ഈ സൊമാലി ലാൻഡിൻ്റെ ഒരു സംഭവം വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ഡീറ്റെയിൽസ്, സൊമാലി ലാൻഡിൻ്റെ റൂട്ട് മാപ്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റഡി, അവിടുത്തെ ചുമ്മാ ഈ ടൂറിസ്റ്റ് ആൾക്ക് കൊടുക്കുന്ന പോലത്തെ മറ്റേ ബ്രോഷർ പരിപാടിയല്ല, ഫുൾ ഡീറ്റെയിൽഡ് ഒരു സ്റ്റഡിൻ്റെ ഒരു റിപ്പോർട്ട് ഇതിലുണ്ട്. അത് സൊമാലി ലാൻഡിൻ്റെ ഓരോ സംഭവങ്ങളും, അവിടുത്തെ എല്ലാ കാര്യങ്ങളും, എത്ര ഡെപ്പോസിറ്റ് ഉണ്ട്, എത്ര മിനറൽ ഡെപ്പോസിറ്റ് ഉണ്ട്, എത്ര റിസോഴ്സസ് ഉണ്ട്, എത്ര പോർട്ടിൻ്റെ മറ്റേ ആഴം എത്രയുണ്ട്, അവിടെ എത്ര കപ്പലിൽ നമുക്ക് കൊള്ളിക്കാൻ പറ്റും, അത് ഇത് അങ്ങനെ പറഞ്ഞിട്ടുള്ള വലിയൊരു ഡീറ്റെയിൽഡ് റിപ്പോർട്ടുണ്ട് അവിടെ. പിന്നെ എപ്സ്റ്റീൻ ഈ UAE ഒഫീഷ്യൽസിൻ്റെ അടുത്ത് നിങ്ങൾക്കൊരു ബാങ്ക് തുടങ്ങിക്കൂടെ സൊമാലി ലാൻഡിൽ എന്ന് ചോദിക്കുന്നത് വരെയുണ്ട്. ഓക്കെ, അതേപോലെ ഈ ഷബീർ അബ്ദുൽ ഹക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യമനി ബിസിനസ് മാൻ പറയുന്നുണ്ട്, ഓയിൽ എക്സ്പ്ലോറേഷന് ഒരു 50 മില്യൺ ഞങ്ങൾക്ക് വേണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരൊരു 30 കിലോമീറ്റർ നമുക്ക് ഒരു കോൺട്രാക്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓയിൽ എക്സ്പ്ലോറേഷന് വേണ്ടിയിട്ട്. അപ്പോൾ അതിനൊരു 50 മില്യൺ കിട്ടിയാൽ കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് മെയിൽ അയക്കുന്നത് എപ്സ്റ്റീനാണ്. അപ്പോൾ ഇതൊന്ന് ആലോചിക്കണം, ഒരു പുതിയൊരു രാജ്യം DP വേൾഡ് അവിടെ പോർട്ട് ഡെവലപ്പ് ചെയ്യുന്നു, സുൽത്താൻ അവിടെ പോർട്ട് ഡെവലപ്പ് ചെയ്യുന്നു, എപ്സ്റ്റീൻ അവിടെ ഹോളിവുഡ് സ്റ്റുഡിയോ പോലത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എപ്പോഴും ഈ ചിൽഡ്രനെയാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്. ചിൽഡ്രന് വേണ്ടിയിട്ട് കുട്ടികളുടെ പരിപാടിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സൊമാലി വുഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റുഡിയോ ഉണ്ടാക്കിയാലോ ചോദിക്കുന്നുണ്ട്. ഇഷ്ടംപോലെ തവണ ഇവിടെ വിസിറ്റ് ചെയ്യണം, സൊമാലി ലാൻഡ് വിസിറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ മെയിൽ വേറെയുണ്ട്. അത് നമ്മൾ പോകുന്നില്ല. മെയിനായിട്ടുള്ള കാര്യം ഡീറ്റെയിൽഡ് റിപ്പോർട്ട്, സൊമാലി ലാൻഡിൻ്റെ ഡീറ്റെയിൽഡ് റിപ്പോർട്ട്. അത് പുതിയ രാജ്യമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റൈറ്റ്സും അവിടെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വേണമെങ്കിൽ ഒരു രാജ്യം തന്നെ നമുക്ക് മേടിക്കാം. ഈസിയാണ്, ഇറ്റ്സ് വെരി ഈസി. ഇസ്രായേലുകാർക്ക് ഹൂതീസിൻ്റെ അടുത്തു നിന്നുള്ള ഒരു എതിർത്ത് നിൽക്കാനുള്ള ഒരു സ്ഥലം, UAE ആ ജിബൂട്ടി പോർട്ട് പോയപ്പോൾ അതിൻ്റെ പകരം ഇവിടെ ഒരു പോർട്ട് അവരുണ്ടാക്കി. ഗൾഫ് ഓഫ് ഈഡൻ മൊത്തം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ ആ ഒരു സ്ട്രെയിറ്റ് ഉണ്ടല്ലോ, ബാബ് എൽ മൻഡബ് സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ സ്യൂസ് കനാലിലേക്ക് പോകുന്ന ആ ഒരു സ്ട്രെയിറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് മൊത്തം ഇവരെന്ത് ചെയ്തിരിക്കുക. ഇതൊരു പ്ലാന്. ഇസ്രയേലും UAEയും DP വേൾഡും എപ്സ്റ്റീൻ അതിൻ്റെ ഇടയിൽ കൂടെ ഒരാളായിട്ട് വരുന്നുണ്ട്. ഓയിൽ എക്സ്പ്ലോറേഷന് പൈസ അടക്കം ചോദിക്കുന്നത് എപ്സ്റ്റീൻ്റെ ഈ ഒരു ഡോക്യുമെൻറ്റിലുണ്ട്. സോ നമുക്ക് ഇവിടെ നിന്ന് എന്ത് മനസ്സിലാക്കാം, അതായത് അവരിനെ വിട്ട് കഴിഞ്ഞാൽ അവിടെ ഈ ഐലൻഡ് പോലെ അവിടെ മൊത്തം ഒരു രാജ്യം തന്നെ ആക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതാണ് അങ്ങനത്തെ ഒരു സംഭവം. ഇത് നമുക്ക് നമ്മുടെ അനിൽ അംബാനിൻ്റെ അടുത്ത് വരാം. അപ്പോൾ നമ്മൾ അവസാനം പറഞ്ഞത് അംബാനിനെ കുറിച്ച് അന്വേഷിച്ചു, അനിൽ അംബാനിൻ്റെ മീറ്റിങ്ങിനെ കുറിച്ച് അന്വേഷിച്ചു എന്നാണ് പറയുന്നത്. ഫെബ്രുവരി
21 വരെ 22 വരെ നമ്മളിത് പറഞ്ഞു. ഇനി അടുത്ത ദിവസം 23 ഫെബ്രുവരി ചാറ്റ് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എപ്സ്റ്റീൻ പറയുന്നു, ഹൗ ഹാപ്പി ഐ വാസ് ടു മീറ്റ് അനദർ മെമ്പർ ഓഫ് സുൽത്താൻസ് ഫാമിലി. സുൽത്താൻസ് ഫാമിലി എന്നാണ് അനിൽ അംബാനിനെ വിളിക്കുന്നത്. അത് സുൽത്താൻ വഴിയാണ് അനിൽ അംബാനി ജെഫ്രി എപ്സ്റ്റീനെ മീറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അനിൽ അംബാനി റിപ്ലൈ ചെയ്യുന്നുണ്ട്, എൻജോയ്ഡ് മീറ്റിംഗ് യു, വിൽ ലേൺ എ ലോട്ട് ഫ്രം യു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. അതുപോലെ എപ്സ്റ്റീൻ വീണ്ടും റിപ്ലൈ ചെയ്യുന്നു, ഐ സെൻറ്റ് യു യഹൂദ് ബറാക്കിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ ഞാൻ അയച്ചിട്ടുണ്ട്. ഇത് ഫോർമർ ഇസ്രയേലി പ്രൈം മിനിസ്റ്ററിൻ്റെ. യഹൂദ് ബറാക്ക് ഭയങ്കര കട്ട ഫ്രണ്ടാണ് എപ്സ്റ്റീൻ്റെ. അപ്പോൾ അതിൻ്റെ എല്ലാം, അതായത് ഫുൾ ഓപ്പൺ ചെയ്ത് കൊടുത്തു. യഹൂദ് ബറാക്കിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് എന്ത് വേണമെങ്കിലും ചെയ്തു വരാമെന്നുള്ള രീതിയിൽ എപ്സ്റ്റീൻ ഇവരായിട്ടൊരു എന്തോ ഒരു ഡീലോ സംസാരിക്കുകയോ എന്തോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് 2 മാർച്ചിന് വേറൊരു കാര്യം പറയുന്നു, വിളിക്കുകയാണ്, ഐലൻഡിലേക്ക് വിളിക്കുന്നു. ആര്? എപ്സ്റ്റീൻ. 2 മാർച്ചിലെ ചാറ്റിൽ വെൽക്കം ഇൻ ദ കരീബിയൻ ഓൺ മൈ ഐലൻഡ്, ജസ്റ്റ് ഗീവ് മീ ഡേറ്റ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനിൽ അംബാനി സ്ട്രെയിറ്റ് ആയിട്ട് ഒന്നും പറയുന്നില്ല. പുള്ളിക്കാരൻ പറയുന്നത്, വിൽ പ്ലാൻ വിത്ത് സുൽത്താൻ, ഞാൻ സുൽത്താനോട് സംസാരിച്ച് ചെയ്തോളാം, പ്ലാൻ ചെയ്യാം, ഒരു ഐലൻഡ് വിസിറ്റിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യാം. വിൽ നീഡ് യുവർ ഗൈഡ് ലൈൻ ഓൺ ഡീലിംഗ് വിത്ത് വൈറ്റ് ഹൗസ് ഫോർ ഇന്ത്യ റിലേഷൻഷിപ്പ് ആൻഡ് ഡിഫൻസ് കോർപ്പറേഷൻ. ഒന്നുകൂടി ഞാൻ വായിച്ചുതരാം, അതേ ചാറ്റിൽ വരുന്ന സാധനമാണ്. വിൽ നീഡ് യുവർ ഗൈഡൻസ് ഓൺ ഡീലിംഗ് വിത്ത് വൈറ്റ് ഹൗസ് ഫോർ ഇന്ത്യ റിലേഷൻഷിപ്പ് ആൻഡ് ഡിഫൻസ് കോർപ്പറേഷൻ. വൈറ്റ് ഹൗസും ഇന്ത്യൻ ഗവൺമെൻറ്റുമായിട്ടുള്ള റിലേഷൻഷിപ്പിന് നിങ്ങളുടെ ഗൈഡ് ലൈൻ വേണം. ആരുടെ? ജെഫ്രി എപ്സ്റ്റീൻ്റെ. ഇത് സംഭവിക്കുന്ന കൊല്ലം 2017. എപ്സ്റ്റീൻ 2008 കുട്ടികളെ പീഡിപ്പിക്കുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് ജയിലിൽ കിടന്നിട്ടുള്ള ആളാണ്. 10 കൊല്ലത്തെ മുന്നത്തെ കാര്യമാണത്. അപ്പോൾ ഇത് ആർക്കും അറിയില്ല. ഒരു ഗൂഗിൾ സെർച്ച് ചെയ്താൽ നമുക്ക് സാധനം കിട്ടും. ഓക്കെ, ഇന്ത്യൻ മീഡിയയൊക്കെ ഇപ്പോൾ എപ്സ്റ്റീനെ ഒരു അമ്മച്ചി വന്നിരുന്നിട്ട് ഏതോ ഒരു ചാനൽ, NDTV ഏതോ ഒരു ചാനൽ വന്നിരുന്നിട്ട് അതിനെന്താ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് എന്താ, ഹി വാസ് എ പവർ ബ്രോക്കർ. ഇയാളൊരു പവർ ബ്രോക്കറാണ്, അത് അയാളുടെ ജോലിയാണ്, അത് അയാൾ ചെയ്യട്ടെ. പവർ ബ്രോക്കർ എന്ന് പറഞ്ഞൊരു ജോലിയൊന്നുമല്ല അത്. ഈ ഇൻ്റലിജൻസ് ഏജൻസിക്കാർ ചുമ്മാ ഒരാളിലൊക്കെ വേണ്ടിയിട്ട്, അതായത് ഈ കണക്ഷൻസ് ഉണ്ടാക്കിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്ന ഒരു പേരാണ് ഈ പവർ ബ്രോക്കർ എന്ന്. അല്ലാണ്ട് അതൊരു ജോലിയൊന്നുമല്ല. അമ്മച്ചി എന്തൊക്കെയോ ന്യൂസിലേക്ക് ഇരുന്ന് തള്ളുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ജെഫ്രി എപ്സ്റ്റീൻ പറയുന്നു, ഇൻട്രസ്റ്റിംഗ്, റിമെമ്പർ വാട്ട് ആർ യു വില്ലിങ് ടു ഗീവ്. അപ്പം ഞാൻ പവർ ബ്രോക്കർ ആയിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ NDTVക്കാർ പറഞ്ഞ പോലെ എൻ്റെ ജോലി പവർ ബ്രോക്കർ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് എനിക്ക് തരും? അപ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അനിൽ അംബാനി റിപ്ലൈ കൊടുക്കുന്നു, ഇന്ത്യൻ മാർക്കറ്റ് വാട്ട് എവർ വർക്ക്സ്. ഇന്ത്യൻ മാർക്കറ്റ് എൻ്റെ പോക്കറ്റിലാണെന്നുള്ള രീതിയിലാണ് അനിൽ അംബാനി സംസാരിക്കുന്നത്. ഇയാൾക്ക് ഈ അനിൽ അംബാനിനെ അറിയോ എന്ന് എനിക്കൊത്തിരി സംശയമുണ്ട്. കാരണം എപ്സ്റ്റീൻ്റെ ഈ ആമസോണിൻ്റെ റെസീപ്റ്റ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഈ അംബാനിനെ കുറിച്ചും അംബാനിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ചുള്ള ബുക്കുകളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് എന്ന് എപ്സ്റ്റീൻ നമുക്ക് ആ ഡോക്യുമെൻറ്റ്സിൽ കാണാൻ പറ്റും. അപ്പോൾ പുള്ളി എല്ലാം ബാക്ക്ഗ്രൗണ്ട് ചെക്കൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ അനിൽ അംബാനിയെ മറ്റേ പാപ്പരായിട്ട് ബാങ്ക്രപ്സിയൊക്കെ ഫയൽ ചെയ്തിട്ടുള്ള ആളാണ്. അയാൾ പറയുന്നു ഇന്ത്യൻ മാർക്കറ്റ് തരാം. ഓക്കെ, അങ്ങനെയാണ് പറയുന്നത്. ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് വാട്ട് എവർ വർക്ക്സ് എന്നാണ് പുള്ളി പറയുന്നത്. അതോ ഇനിയിപ്പോൾ ഗവൺമെൻറ്റുമായിട്ടുള്ള എന്തെങ്കിലും സംഭവമാണോ എന്നുള്ള കാര്യം നമുക്ക് നോക്കേണ്ടി വരും. അനിൽ അംബാനി ആക്ച്വലി ഹിയർ ഈസ് വർക്കിംഗ് ആസ് എ ഡിപ്ലോമാറ്റ്. ഒരു ഡിപ്ലോമാറ്റിനെ പോലെയാണ് അനിൽ അംബാനി ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ സംഭവം എന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അതേപോലെ അടുത്ത ദിവസം 3 മാർച്ച്, ഇതെല്ലാം അതേ ഡേറ്റിലാണ്. ഈ 23-ാം തീയതി മീറ്റ് ചെയ്തു, പാരീസിൽ വെച്ചൊരു മീറ്റ് ചെയ്തു. 2-ാം തീയതി ഇന്ത്യൻ മാർക്കറ്റ് തരാമെന്ന് പറയുന്നു. നിങ്ങളൊരു ഇൻ്റർമീഡിയേറ്ററി ആയിട്ട് വൈറ്റ് ഹൗസിൻ്റെയും ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെയും ഇടയിൽ നിന്ന് കാര്യങ്ങൾ സംസാരിക്കണം എന്ന് പറയുന്നു. അടുത്തത് ഇന്ത്യൻ മാർക്കറ്റ് തരാൻ പറയുന്നു. 3-ാം തീയതി അടുത്ത ദിവസം എന്ന് പറയുന്നു
അതിൽ ചാറ്റിൽ പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ഇതാണ് നമ്മുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്ന ഒരു ചോദ്യം. ഡു യു ഹാവ് സിഗ്നൽ? സിഗ്നൽ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ? ഉണ്ടോ? ഇല്ല, അംബാനി പറയുന്നു. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യും, ഐ സജസ്റ്റ് ടു ഡൗൺലോഡ് ദി സിഗ്നൽ ആപ്പ് ഫോർ സെക്യൂർ ടെക്സ്റ്റിംഗ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ദിസ് എപ്സ്റ്റീൻ ഗൈ ഈസ് എ ബൂമർ. ഓക്കെ, അതുകൊണ്ട് മാത്രമാണ് ഇത്രയും ഇമെയിൽസ് നമുക്ക് കാണാൻ തന്നെ പറ്റുന്നത്. ടെക് സാവി ആയിട്ടുള്ള ഒരു പവർ ബ്രോക്കറോ അല്ലെങ്കിൽ ടെക് സാവി ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഈ സെക്യൂർ ആയിട്ട് ഒരാളോട് ചാറ്റ് ചെയ്യാൻ ഇപ്പം തന്നെ ഒരു 100 ആപ്പുകളും ഒരു എന്തൊക്കെ സിസ്റ്റം ഉണ്ട് അതിന്. ഇപ്പോൾ മറ്റേ ജാക്ക് ഡോർസിൻ്റെ ഒരു സാധനം ഉണ്ടല്ലോ, എന്തായത് ഇൻ്റർനെറ്റ് വേണ്ട ചാറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് പണ്ടത്തെ ട്വിറ്ററിൻ്റെ CEO അയാളെന്തോ ഒരു സംഭവമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ബിറ്റ് ചാറ്റോ അങ്ങനെ എന്തോ ഒരു സാധനം. അതായത് ബ്ലൂടൂത്ത് ഓൺ ചെയ്താൽ മതി, നമുക്ക് വേറെ ആളായിട്ട് ചാറ്റ് ചെയ്യുക. അങ്ങനെ എല്ലാവരും ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഒരു നെറ്റ്വർക്കായിട്ട് മാറുന്നൊക്കെ പറഞ്ഞിട്ട് ഇൻ്റർനെറ്റ് വേണ്ട ചാറ്റ് ചെയ്യാൻ. സോ അങ്ങനത്തെ അതൊരു ടെക്നോളജി. അപ്പോൾ അത് ഇപ്പോൾ പബ്ലിക് ആണെങ്കിൽ ഇവരുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇയാളൊരു ബൂമർ ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇതൊക്കെ കിട്ടുന്നത്. ഇതൊക്കെ അതിൻ്റെ അടിയത്തിൽ പുള്ളി 2017 ആകുമ്പോഴേക്കും പുള്ളി സെറ്റായി. പുള്ളി പറയുന്നത് സിഗ്നൽ ഡൗൺലോഡ് ചെയ്യും, സെക്യൂറാണ് നമ്മുടെ ചാറ്റ്. അതായത് ദേ ആർ ഗോയിങ് ടു ദ നെക്സ്റ്റ് ഫേസ് അല്ലേ. പരിചയപ്പെട്ടു, കാര്യങ്ങളൊക്കെ സംസാരിച്ചു, ഏതാ ലെവലെന്ന് മനസ്സിലായി. അപ്പോൾ ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അതിന് ഇമെയിൽ വേണ്ട, സിഗ്നൽ ഡൗൺലോഡ് ചെയ്യും. സിഗ്നൽ എന്നാണ് പറയുന്നത്. സിഗ്നൽ ചാറ്റ്സ് ഒന്നും അവൈലബിൾ അല്ല, ഏത് ഡോക്യുമെൻറ്റ്സിലും ഇല്ല, അത് സെക്യൂറാണ്. അപ്പോൾ എന്താണ് സിഗ്നൽ ചാറ്റിൽ? ലിങ്ക് വരെ അയച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ ആക്ച്വലി ഇപ്പോൾ ഇയാളൊരു ഇസ്രായേൽ സ്പൈ ആണെന്ന് വിചാരിക്കും. സിഗ്നൽ ആപ്പ് സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല. പക്ഷേ എപ്സ്റ്റീൻ ലിങ്ക് വരെ സിഗ്നലിൽ അയച്ചു കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിലൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോണിലുള്ള എല്ലാ സാധനവും എപ്പോൾ മറ്റേ മൊസാദിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ CIA-യുടെ കയ്യിൽ എത്തിയെന്ന് ചോദിച്ചാൽ മതി. ഇതൊക്കെ നമ്മൾ സിമ്പിൾ കാര്യങ്ങളല്ലേ. ഇയാളൊരു സ്പൈ അല്ലെങ്കിൽ ഇയാളൊരു പവർ ബ്രോക്കർ, അയാൾ എന്തെങ്കിലും ലിങ്ക് അയച്ചു തന്നാൽ അതിലൊക്കെ പോയി ക്ലിക്ക് ചെയ്താൽ എന്താ അവസ്ഥ? ഇപ്പോൾ തന്നെ നമ്മുടെ പറ്റിക്കാൻ വേണ്ടിയിട്ട് UPI പേയ്മെൻറ്റ്സ് എന്നൊക്കെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ലിങ്ക് അയച്ചിട്ട് നമ്മുടെ അടിയാധാരം വരെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ആ സമയത്താണ് എപ്സ്റ്റീൻ സിഗ്നൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന പറഞ്ഞിട്ട് ഒരു ലിങ്ക് അയച്ചു കൊടുക്കുന്നത്. ആ സിഗ്നൽ ആപ്പ് ആ സമയത്ത് പ്ലേ സ്റ്റോറിൽ ഇല്ലേ? അത് ഇല്ലാണ്ടാണോ എനിക്കറിയില്ല, ലിങ്കൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ അതേ മാസം അവസാനമാണ് ഇനി എല്ലാ ചാറ്റും സീക്രട്ടായിട്ട് സിഗ്നലാണ് ചെയ്തത് എന്നുള്ള തെളിവാണ് 30 മാർച്ച്. അന്ന് മോഡിൻ്റെ വിസിറ്റിനെ കുറിച്ച് പറയാണ്. മോദിൻ്റെ ഫസ്റ്റ് വിസിറ്റിനെ കുറിച്ച് പറയാണ്, ഇസ്രായേൽ വിസിറ്റിനെ കുറിച്ച് പറയാണ്. അപ്പോൾ ഇന്ത്യ ഇസ്രായേൽ കീ നോട്ട് ഹിയർ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അതായത് ഇന്ത്യ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര കീ ആണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ നമുക്ക് ഇവിടെ സംസാരിക്കേണ്ട അതിനെക്കുറിച്ച് എന്ന് പറഞ്ഞിട്ട് ആ ഒരു കോൺവെർസേഷൻ എൻഡ് ചെയ്യുന്നുണ്ട്, വേറൊരു കോൺവെർസേഷൻ. സോ എന്താ അതിൻ്റെ അർത്ഥം? ഇത് ഇവിടെ വേണ്ട, കം ടു സിഗ്നൽ എന്ന് പറയായിരിക്കും. ഇതെല്ലാം അലിജഡ്ലി നടക്കുന്ന കാര്യമാണ്. ഇതിപ്പോൾ നമുക്ക് ഉറപ്പിച്ച് പറയാനൊന്നും പറ്റില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷേ സാഹചര്യ തെളിവുകളൊക്കെ വെച്ചിട്ട് ഇവരുടെയൊക്കെ ഒരു സംഭവമൊക്കെ വെച്ചിട്ട് നമുക്കത് ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സിഗ്നലിലെ ലിങ്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്, നോട്ട് ഓൺ ഇമെയിലിനോ അങ്ങനെ എന്തോ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ്? ഇമെയിലല്ല, മറ്റേക്ക് വാ, അത്രേ ഉള്ളൂ. ഇതേപോലെ 29-ാം തീയതി മാർച്ച് ഒരു ദിവസം മുന്നേ നടക്കുന്ന വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, വൈറ്റ് ഹൗസ് അനൗൺസ്ഡ് യെസ്റ്റർഡേ PM മോദീസ് ട്രിപ്പ് ടു DC, അതായത് മോദിൻ്റെ അമേരിക്കൻ വിസിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ക്യാൻ യു ടെൽ മീ ദ ഡേറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അംബാനി അങ്ങോട്ട് ചോദിക്കുന്നത്, അല്ല അംബാനി. ഇപ്പോൾ എപ്സ്റ്റീൻ മെസ്സേജ് അയക്കുന്നത്, യു ആർ മിസ്ഡ്, ഐ ആം ടോൾഡ് ഇറ്റ്സ് പാർട്ട് ഓഫ് ഇസ്രായേൽ സ്ട്രാറ്റജി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ കുറേ ഡിപ്ലോമാറ്റ്സിനെ കുറിച്ച് ഇവരിനറിയോ, ആ ഡിപ്ലോമാറ്റിനറിയോ, ഇവരിനറിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ തമ്മിലുള്ള കുറേ കോൺവെർസേഷനാണ്. അതൊക്കെ കുറച്ച് ബോറിങ് സംഭവമാണ്. ഇതിൻ്റെ ഇടയിൽ വേറൊരു സംഭവം ഞാൻ ആദ്യം പറഞ്ഞില്ലേ, അതായത് ചോദിക്കണം എന്നുണ്ട്, എന്നാൽ ഡയറക്റ്റ് ചോദിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു വളഞ്ഞ വഴി പിടിച്ച് ചോദിച്ച പോലെ ഉള്ളൊരു കോൺവെർസേഷൻ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ആ ഒരു കോൺവെർസേഷൻ ഞാനിതാ
അതാണ് 9 മാർച്ചിൽ ഇതൊക്കെ നടക്കുന്നതിൻ്റെ കുറച്ച് ദിവസം മുന്നേ നടന്നൊരു കോൺവെർസേഷൻ. ഇത് ഭയങ്കര ഒരു ശരിക്കൊരു ഇത് കേട്ട് നോക്കി, അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായി, അത് വെറുതെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അമേരിക്കൻ അംബാസിഡർ ടു ഇന്ത്യ ഈസ് കീ. അതായത് ഇന്ത്യൻ അംബാസിഡർ പുതിയ ഒരാൾ വരികയാണ്, അപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾ വേണം. ഈ ഡേവിഡ് പാട്രിയസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളിനെ വേണം. അയാളാണെങ്കിൽ ഈ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമായിട്ടൊക്കെ ഡീൽ ചെയ്യാൻ സൂപ്പറായിരിക്കും എന്ന് അംബാനി എപ്സ്റ്റീനോട് സംസാരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അമേരിക്കയിൽ ഒരു അംബാസിഡർ ഇന്ത്യയിലേക്ക് വരുന്നു, അതിനെക്കുറിച്ച് എപ്സ്റ്റീനും അനിൽ അംബാനിയും സംസാരിക്കുന്നു. ഡേവിഡ് പാട്രിയസ് വന്ന അടിപൊളിയായിരിക്കും എന്നൊക്കെ പറയാം. അപ്പോൾ എപ്സ്റ്റീൻ റിപ്ലൈ ചെയ്യുന്നുണ്ട്, ട്രംപിന് ഓക്കെയാണ്, ട്രംപിന് ഡേവിഡ് പാട്രിയസ് ഓക്കെയാണ്, പക്ഷേ പെൻറ്റഗൺ ഓക്കെ അല്ല, ലൈക്ക് അവരുടെ അഡ്മിനിസ്ട്രേഷൻ, മിലിറ്ററി അഡ്മിനിസ്ട്രേഷൻ ഓക്കെ അല്ല, അവർ അപ്രൂവ് ചെയ്തിട്ടില്ല ഇതുവരെ, ട്രംപിന് ഓക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോൾ വാട്ട് ഡു യു സജസ്റ്റ് എന്ന് അനിൽ അംബാനി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് എപ്സ്റ്റീൻ റിപ്ലൈ ചെയ്യുന്നത്, എ ടോൾ സ്വീഡിഷ് ബ്ലോണ്ട് വുമൺ ടു മേക്ക് ഇറ്റ് ഫൺ ടു വിസിറ്റ്. അതായത് അമേരിക്കൻ അംബാസിഡറായിട്ട് ഇന്ത്യയിലേക്ക് ഒരു ടോൾ ബ്ലോണ്ട് സ്വീഡിഷ് വുമൺ വന്നു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വരാനൊക്കെ നൈസായിരിക്കും എന്നാണ് എപ്സ്റ്റീൻ പറയുന്ന റിപ്ലൈ. ഒരു വിയേർഡ് റിപ്ലൈ ആണ്, അതൊരു ഫൺ റിപ്ലൈ ആണോ വിയേർഡാണോ എന്ന് ഇപ്പോൾ മനസ്സിലാവും. അറേഞ്ച് ദാറ്റ് എന്ന് അനിൽ അംബാനി റിപ്ലൈ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഈസ് ദർ ആൻ ആക്ട്രസ് ഓർ മോഡൽ ദാറ്റ് റെപ്രസെൻറ്റ് യുവർ കമ്പനി പ്രൊക്ലിവിറ്റി എന്നാണ് പുള്ളി ചോദിക്കുന്നത്. കമ്പനി നിങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ടോ ഏതെങ്കിലും ആക്ട്രസിനെയോ മോഡൽസിനെയോ എന്ന് ജെഫ്രി എപ്സ്റ്റീൻ അംബാനിയോട് നൈസായിട്ട് ചോദിക്കുന്നു. അതേപോലെ അതിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഐ ഹോപ്പ് നോട്ട് മെറിൽ സ്ട്രീപ്പ്, ഐ വിൽ ബി ഓഫ് നോ ഹെൽപ്പ്. മെറിൽ സ്ട്രീപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് വയസ്സായ ഹോളിവുഡ് ആക്ട്രസ്സാണ്, പക്ഷേ അടിപൊളി ആക്ട്രസ്സാണ്, നല്ല ആക്ടിങ് ഒക്കെയാണ്. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഇത് ചോദിക്കുന്നത്, നിങ്ങളുടെ കമ്പനിയിൽ നിങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഏതെങ്കിലും മോഡൽസോ ആക്ട്രസ്സോ ഉണ്ടോ? മെറിൽ സ്ട്രീപ്പിനെ പോലെ വയസ്സായവരൊന്നും വേണ്ട, നല്ല വല്ല ആൾക്കാരുണ്ട്. മെറിൽ സ്ട്രീപ്പാണെങ്കിൽ എനിക്ക് യൂസൊന്നുമില്ല, വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അനിൽ അംബാനിൻ്റെ അടുത്ത്. അപ്പോൾ അംബാനി റിപ്ലൈ ചെയ്യുന്നു, ബെറ്റർ ടേസ്റ്റ് മൈ ഫ്രണ്ട്, അവർ നെക്സ്റ്റ് മൂവി ഈസ് വിത്ത് സ്കാർലെറ്റ് ജൊഹാൻസൺ. ഈ അനിൽ അംബാനിക്ക് എന്തോ ഒരു മീഡിയ കമ്പനിയോ എന്തോ ഒരു അങ്ങനെ ഒരു ഹോളിവുഡ് കണക്ഷനോ എന്തോ ഉണ്ട്, ചെറിയൊരു ഷെയറോ എന്തോ ഉണ്ട്, അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഇവർ സംസാരിക്കുന്നത്. അപ്പോൾ ഇത് ഏതാണ് ഈ നെക്സ്റ്റ് മൂവി വിത്ത് സ്കാർലെറ്റ് ജൊഹാൻസൺ? അത് എനിക്ക് കിട്ടിയില്ല, ഞാൻ നോക്കിയില്ല, നോക്കിയിട്ട് നമുക്ക് പിന്നെ അതിലൊരു ഡീറ്റെയിൽ ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഇപ്പോൾ അതിൽ പറയുന്നത്, ബെറ്റർ ടേസ്റ്റ് മൈ ഫ്രണ്ട്, മെറിൽ സ്ട്രീപ്പിനെ പോലെ വയസ്സായവരൊന്നും വേണ്ട, യു ഹാവ് എ ബെറ്റർ ടേസ്റ്റ്, നിങ്ങൾക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ പെൺകുട്ടികളുടെ കാര്യത്തിൽ, സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. ഞങ്ങളുടെ അടുത്ത സിനിമ സ്കാർലെറ്റ് ജൊഹാൻസനുമായിട്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ എപ്സ്റ്റീൻ്റെ റിപ്ലൈ, ഐ ആം ഗ്ലാഡ് യു പ്രിഫർ യങ് ബ്ലോണ്ട്സ് ടു ദ ഓൾഡ് വൺസ്. അതായത് നല്ല കാര്യം, എപ്പോഴും യങ് ബ്ലോണ്ട്സിനെയാണ് നമ്മൾ ഓൾഡ് വൺസിനെക്കാളും പ്രിഫർ ചെയ്യേണ്ടത്. ഇത് നിങ്ങൾ ഏത് കോണ്ടെക്സ്റ്റിൽ ആലോചിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യു ആർ ടോക്കിംഗ് ടു തിങ്ക് ലൈക്ക് യു ആർ ടോക്കിംഗ് ടു എ ഗൈ ലൈക്ക് ഗോവിന്ദചാമി. ഗോവിന്ദചാമിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഏത് ടൈപ്പ് പെണ്ണുകുട്ടികളുടെ ഇഷ്ടം എന്ന് ചോദിച്ചാൽ എങ്ങനെയുണ്ടാവും? ആ ഒരു ടൈപ്പ് വർത്താനമാണ് അനിൽ അംബാനി ഇവിടെ വെച്ച് പറയുന്നത്. ഇയാൾ കുട്ടികളെ പീഡിപ്പിച്ചു എന്ന കേസിൽ 2008 വീണ്ടും ഞാൻ പറയുന്നത്, നിങ്ങളത് ആ ഒരു കോണ്ടെക്സ്റ്റ് നിങ്ങൾ മനസ്സിലാക്കാനാണ്. കുട്ടികളെ പീഡിപ്പിച്ച ഒരു ആളുടെ അടുത്താണ് ഈ മാതിരി വർത്താനം പറയുന്നത്. ഇതെങ്കിലാണ് ഇതിൻ്റെ പോക്ക് നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ഇതിപ്പോൾ വേറെ ആരെങ്കിലും ആണെങ്കിൽ, ഇപ്പം അനിൽ അംബാനി ഇപ്പോൾ ചിലപ്പോൾ താല്പര്യം ഉണ്ടാവില്ല, അത് പറയാൻ പറ്റില്ല. ഐലൻഡിൽ പോയ കാര്യമൊക്കെ ചിലപ്പോൾ സിഗ്നൽ ചാറ്റിലായിരിക്കും, അറിയില്ല. അപ്പോൾ ഇതിലൊന്നും ഐലൻഡിൽ പോയ കാര്യമൊന്നും പറയുന്നില്ല. ഐലൻഡിലേക്ക് വിളിച്ചിട്ടുണ്ട്, അപ്പോൾ ഡേറ്റ്സൊക്കെ ഞാൻ സുൽത്താനായിട്ട് സംസാരിച്ച് പറയാം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ പറയുന്നത് സ്ത്രീകളുടെ കാര്യം നൈസായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതിൽ ഇപ്പോൾ വേറെ ആരെങ്കിലും, ഇപ്പോൾ സുൽത്താൻ്റെ അടുത്താണ് ഈ മാതിരി വർത്തമെങ്കിൽ, എന്നാൽ പിന്നെ എനിക്ക് ഒരാളെ അറേഞ്ച് ചെയ്യും എന്ന് പറഞ്ഞിട്ട് പറയും.
മനസ്സിലായോ? അപ്പം ഇങ്ങനെ ആയിരിക്കും പുള്ളി ഇങ്ങനെ ഒരു സൂചന പോലെ ഒരു സംഭവം ഇട്ട് കൊടുക്കുക. അപ്പം അടുത്ത റിപ്ലൈ എപ്സ്റ്റീൻ്റെ തന്നെ എപ്സ്റ്റീൻ തന്നെ അടുത്തൊരു പറയുന്ന ഒരു കാര്യം, ഇതും കുറച്ച് ഭയങ്കര ഇതാണ് ഏറ്റവും സംഭവം. അതായത് ഞാൻ എന്തിനും റെഡിയാണ്, എന്ത് വേണമെങ്കിലും ചെയ്ത് തരാം എന്നുള്ള പറയുന്ന പോലെ അത് ഇൻഡയറക്റ്റായിട്ട് പറയണം. ഐ ഹാവ് ഗസ്റ്റ് ഹിയർ വിത്ത് അൺയൂഷ്വൽ ടേസ്റ്റ്. വി ലോഫ്ഡ് ഫോർ അവേഴ്സ് അബൌട്ട് വാട്ട് ദേ ലൈക്ക് ആസ് ഒപ്പോസ് ടു മീ. അതായത് എൻ്റെ ഇവിടെ കുറേ ഗസ്റ്റുകളുണ്ട്, അവർക്ക് ഈ സ്ത്രീ വിഷയത്തിൽ പല വിയേർഡ് ടേസ്റ്റുകളാണ്. അവരുടെ ടേസ്റ്റുകളെ കുറിച്ച് ഞങ്ങൾ ഇരുന്ന് മണിക്കൂറുകളോളം ചിരിക്കാറുണ്ട്, അത് ആലോചിച്ചിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് എന്നാണ് പറയുന്നത്. സോ ഇതെല്ലാം എന്തിനെ സൂചിപ്പിക്കുന്നു? എപ്സ്റ്റീൻ ഈസ് ലൈക്ക് ട്രൈയിങ് ടു ഓഫർ, ഓർ എപ്സ്റ്റീൻ ഈസ് സേയിങ് ലൈക്ക് ഐ ആം ഡൗൺ ടു എനിത്തിങ്, ജസ്റ്റ് ആസ്ക് മീ എന്നുള്ള രീതിയിൽ. അതായത് എൻ്റെ ഗസ്റ്റ് ഒക്കെ അവിടെ വന്നിട്ടുണ്ട്, അപ്പോൾ യു ക്യാൻ ഓൾസോ കം ആസ് എ ഗസ്റ്റ് എന്നുള്ള രീതിയിൽ പറയണം. അപ്പോൾ അതിൻ്റെ അമ്പായി അതിൻ്റെ റിപ്ലൈ കൊടുക്കുന്നത് ഹാ ഹാ എന്നുകൊണ്ട് ചിരിച്ചിട്ട് ഒഴിവാക്കിയ പോലെയാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ തോന്നുന്നത്. ഈ മോദി കണക്ഷൻ, ഈ ഇസ്രയേലിൻ്റെ ബന്ധം 16 മാർച്ച് 2017 അതിലാണ് ഇതിൽ മോദി കണക്ഷനിലേക്ക് നമ്മൾ 16 മാർച്ചിൽ എല്ലാ ഈ മാർച്ച് മാസമാണ് സംസാരിക്കുന്നത്. ഈ അംബാനിയും നമ്മുടെ എപ്സ്റ്റീനുമായിട്ട് അതിൽ അംബാനി പറയുന്നു, ഹലോ, I was in Delhi leadership like to your help for me to meet Jared Kushner and Steve Bannon. Yes sir. പറയാണ്, ഞാൻ ഡൽഹിയിലുണ്ടായിരുന്നു, ഗവൺമെൻറ്റിന് സ്റ്റീവ് ബാനനെയും ജെറഡ് കുഷ്ണറിനെയും മീറ്റ് ചെയ്യണം, കാര്യങ്ങളൊക്കെ അവരാണ് തീരുമാനിക്കുന്നത് എന്നാണ് പൊതുവെ ഒരു വർത്താനം. അപ്പോൾ അവരിനെ മീറ്റ് ചെയ്യണം, അതിന് നിങ്ങളുടെ ഹെൽപ്പ് എനിക്ക് ആവശ്യമുണ്ട്, ഗീവ് മീ സം ഹെൽപ്പ്. PM likely to visit in May, meet Donald, also assistance on that. ഡൊണാൾഡ് ട്രംപിനെ മീറ്റ് ചെയ്യും മെയിൽ, അപ്പോൾ അതിനും അസിസ്റ്റൻസ് വേണം. അപ്പോൾ എപ്സ്റ്റീൻ അതിന് റിപ്ലൈ കൊടുക്കുന്നു ചാറ്റ് ലേറ്റർ. അവിടെ ഒന്നും റിപ്ലൈ കൊടുക്കുന്നില്ല, മേ ബി സിഗ്നലിലായിരിക്കും ബാക്കി റിപ്ലൈ കൊടുത്തത്. ഇനി മറ്റേ മോഡി ഡാൻസ് കളിച്ചു എന്നൊക്കെ പറയുന്ന ആ ഒരു മെയിൽ എടുത്തു കഴിഞ്ഞാൽ ജൂലൈ 6 2017 അയച്ചൊരു മെയിലാണ്. ആര് തമ്മിലാണ് സംസാരിക്കുന്നത് വെച്ചാൽ ജബോർ വൈ എന്ന് പറഞ്ഞിട്ടുള്ള ഖത്തറിലുള്ള ഒരാളുമായിട്ട് സംസാരിക്കുന്നു. 2017 എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 2017 ഈ മെയിൽ ആക്ച്വലി എന്തിനെക്കുറിച്ചാണ് ഈ മെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഖത്തറിൽ ബ്ലോക്കേഡ് ഉണ്ടായിരുന്നു. സൗദിക്കാരും UAEയും ബഹ്റൈനും ഈജിപ്തുകാരും ഖത്തറിനെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സമയത്ത് വലിയൊരു ബ്ലോക്കേഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തിനാണ്? ടെററിസം കണക്ഷൻ വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്, ഈ മുസ്ലിം ബ്രദർഹുഡിനെയും ഐസിസിനെയും അൽഖ്വയ്ദിൻ്റെ അടുത്തൊക്കെ ടെററിസ്റ്റ് കണക്ഷൻ വെച്ചു എന്ന് പറഞ്ഞിട്ടും ഇറാനുമായിട്ടുള്ള ഒരു ബന്ധം എന്നൊക്കെ ഇങ്ങനത്തെ കുറേ റീസൺസൊക്കെ പറഞ്ഞിട്ട് ഖത്തറിനെ എല്ലാവരും ഒറ്റപ്പെടുത്തി. ഈ മിഡിൽ ഈസ്റ്റുകാർ മൊത്തം, അത് മെയിനായിട്ട് UAE, സൗദി, ബഹ്റൈൻ, ഈജിപ്തുകാരൊക്കെ കൂടി ഖത്തറിനെ ഒറ്റപ്പെടുത്തിയ ഒരു സംഭവം ഉണ്ടായിരുന്നു 2017. അപ്പോൾ അതിനെക്കുറിച്ചാണ് ആക്ച്വലി ഈ മെയിലിൽ സംസാരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്, ഈ മെയിലിൽ എപ്സ്റ്റീൻ ആക്ച്വലി ഈ ജബോർ വൈൻ്റെ അടുത്ത് ഖത്തറിൽ ഇപ്പോൾ നടക്കുന്ന കാര്യം അതിനൊരു അഡ്വൈസ് പോലെ കൊടുക്കുകയാണ്. ഖത്തറിൽ ഇപ്പോൾ ഉള്ളത് വീക്ക് ഫോറിൻ മിനിസ്റ്ററാണ്, ഈ മറ്റേ അബ്ദുൾ റഹ്മാൻ അൽത്താനി എന്ന് പറഞ്ഞിട്ടുള്ള ആളില്ല, അയാളെ കുറിച്ച് ഇപ്പോഴത്തെ ഫോറിൻ മിനിസ്റ്റർ ഇല്ല, അയാളെ കുറിച്ചാണ് പറയുന്നത്. ഡൊണാൾഡ് ട്രംപിന് മറ്റേ 400 മില്യൻ്റെ മറ്റേ പ്ലെയിനൊക്കെ ജെറ്റൊക്കെ കൊടുത്ത ആളും അയാൾ തന്നെ. ഖത്തർ ഷുഡ് സ്റ്റോപ്പ് കിക്കിംഗ് ആൻഡ് ആർഗ്യൂയിങ്. ഇൻഎക്സ്പീരിയൻസ്ഡ് ഫോറിൻ മിനിസ്റ്റർ. ഖത്തർ ഷുഡ് കം എഗെയിൻസ്റ്റ് ടെററിസം ആൻഡ് നോട്ട് ജസ്റ്റ് സേ പറഞ്ഞാൽ പോരാ, എന്തെങ്കിലും ചെയ്ത് കാണിക്കണം ടെററിസ്റ്റുകൾക്കെതിരെ എന്നാണ് പറയുന്നത്. ഐ തിങ്ക് ഏർലി നെക്സ്റ്റ് ഇയർ ദേ വിൽ അറ്റാക്ക് ദ വേൾഡ് കപ്പ് വെന്യൂ. വേൾഡ് കപ്പ് വെന്യൂ അന്ന് ഉണ്ടാക്കിക്കൊണ്ട് ഇരിക്കുന്നുള്ളൂ, വേൾഡ് കപ്പിൻ്റെ സ്റ്റേഡിയംസൊക്കെ. അപ്പോൾ വേൾഡ് കപ്പ് വെന്യൂവിലൊക്കെ അറ്റാക്ക് ചെയ്യും എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അവർ ചെയ്താലും ചെയ്യും എന്നുള്ള രീതിയിലാണ് എപ്സ്റ്റീൻ ഈ ജബോർ വൈൻ്റെ അടുത്ത് പറയുന്നത്. ഈ ഖത്തറിനെ ഒറ്റപ്പെടുത്താനുണ്ടായ സംഭവം തന്നെ ഭയങ്കര ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. അതായത് കുറേ സൈബർ അറ്റാക്സ് വരികയും ഇവരുടെ ഈ
ഖത്തറിൻ്റെ എമിർ ഉണ്ടല്ലോ, അവിടുത്തെ മെയിൻ ആൾ, അയാൾ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട്, അയാൾ ഹമാസിനെയും ഇറാനെയൊക്കെ പൊക്കി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സൈബർ അറ്റാക്സ് വന്ന് ഇയാൾ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ന്യൂസ് വന്നു. അത് എവിടെ വന്നത്? ഈ ഖത്തറിൻ്റെ തന്നെ മെയിൻ ഇവരുടെ സ്റ്റേറ്റ് സ്പോൺസേർഡ് ന്യൂസ് മീഡിയ ഏജൻസിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ വെബ്സൈറ്റിലൊക്കെ ഹാക്ക് ചെയ്തിട്ട് ഈ എമിർ വന്നിട്ട് ഇവരിനെ നല്ലത് പറഞ്ഞു, ഇറാൻകാരനെ ഹമാസിനൊക്കെ നല്ലത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു പ്രശ്നം തുടങ്ങിയത് തന്നെ. അപ്പോൾ എന്താണ് ഖത്തറുകാർ പറഞ്ഞുകൊണ്ടിരുന്നത്, UAE-ക്കാർ നടത്തിയൊരു ഹാക്കാണ്, ഒരു സ്റ്റേറ്റ് സ്പോൺസേർഡ് ഹാക്കാണ്, UAE സ്റ്റേറ്റ് സ്പോൺസേർഡ് ഹാക്കാണിത്, അത് കാരണമാണ് ഈ പ്രശ്നം മൊത്തം വന്നത്, ഇത് ഇവരെന്നെ ഉണ്ടാക്കിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. 2021 ആ ബ്ലോക്കേഡ് തീരുന്നത്. 2017 തുടങ്ങി ഓൾമോസ്റ്റ് 3-4 വർഷം നീണ്ടു നിന്നു. ഓക്കെ, അൽ ഉല ഡിക്ലറേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഒരു സംഭവമൊക്കെ കരാറൊക്കെ ഒപ്പിട്ടിട്ടാണ് ആ പ്രശ്നമൊക്കെ തീർന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ഇവിടെ ആക്ച്വലി പറയുന്നത്. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് എപ്സ്റ്റീൻ ഈ കാര്യം പറയുന്നത് നമ്മുടെ മോദിനെ കുറിച്ച്. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ മോദി ടുക്ക് അഡ്വൈസ്. അതായത് ഈ ഖത്തറുകാർ ഫോറിൻ മിനിസ്റ്ററും ഇവരൊന്നും പോരാ, ഇവർ വേറെ തന്നെ എന്തൊക്കെയോ ചെയ്യാണ്, ഇതല്ല ചെയ്യേണ്ടത്, കണ്ടില്ലേ മോദിനെ കണ്ടില്ലേ, മോദി ടുക്ക് അഡ്വൈസ്. മോദി ഉപദേശമൊക്കെ കേട്ടിട്ട് ഹി ഡാൻസ്ഡ് ആൻഡ് സാങ് ഇൻ ഇസ്രയേൽ ഫോർ ബെനിഫിറ്റ് ഫോർ US പ്രസിഡൻറ്റ്. അതായത് അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് ഇസ്രയേലിൽ ചെന്നിട്ട് നമ്മൾ പറയുന്നത് പോലെ കേട്ടു എന്നാണ് ഇതിനർത്ഥം. ഓക്കെ, കുറേ മീമും ട്രോളൊക്കെയാണ് ഈ ഡാൻസും പാട്ടും ഒക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ അത് ഒരു സെറ്റേർ പോലത്തെ കളിയാക്കുന്ന കുറേ പരിപാടികളൊക്കെയാണ് വരുന്നത്. ചിലവർക്ക് ഇത് അങ്ങോട്ട് മനസ്സിലായിട്ടില്ല, അപ്പോൾ അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇറ്റ്സ് ലൈക്ക്, പക്ഷേ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഇസ്രയേലിൻ്റെ US പ്രസിഡൻറ്റിൻ്റെ ബെനിഫിറ്റിന് വേണ്ടി ഇസ്രയേലിൽ പോയിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ത് ചെയ്തു എന്ന് എന്ത് അഡ്വൈസാണത്? ഇവർ പറയുന്ന കോണ്ടക്സ്റ്റ് മനസ്സിലായ, ഖത്തറിനെ ഒറ്റപ്പെടുത്തി, എന്തൊക്കെയോ ഒരു സൈബർ അറ്റാക്കും മറ്റേതൊക്കെ വന്നിട്ട്, അത് ഇവർ എല്ലാവരും പറയുന്നത് UAE വന്നു എന്നാണ്. അപ്പം അത് പറഞ്ഞിട്ട് അവിടെ വീക്ക് ഒരു സംഭവമാണ്, നിങ്ങൾ ടെററിസത്തിനെ എതിരെ എന്തെങ്കിലും ചെയ്യണം, അല്ലാണ്ട് വെറുതെ വായ കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് കുറ്റം പറഞ്ഞിട്ടാണ് ഈ ഇന്ത്യൻ്റെ കാര്യം പറയുന്നത്. ഇപ്പോൾ കണ്ട മോദീനെ ഇപ്പോൾ മോദി എത്ര സൂപ്പറായിട്ടാണ് പോയി ചെയ്ത് എന്ന് എന്നാണ് പറയുന്നത്. നിങ്ങളിപ്പോൾ ഒരു ജിയോ പൊളിറ്റിക്കൽ പരമായിട്ട് ആലോചിക്കുകയാണെങ്കിൽ ഇസ്രയേലും അമേരിക്കയും ഇങ്ങനെയാണ്. അതിനിപ്പോൾ മോദിയുടെ സഹായമൊന്നും ആക്ച്വലി ആവശ്യമില്ല. അവർ എന്തൊക്കെ ഒരുമിച്ച് ഉണ്ടാക്കുന്നു, ബോംബ് ഉണ്ടാക്കുന്നു, തോക്കുണ്ടാക്കുന്നു, ആൾക്കാരും കൊല്ലുന്നു ഒക്കെ ഒരുമിച്ചാണ് അവർ ചെയ്യുന്നത്. സോ വാട്ട് ഈസ് ഗോയിങ് ഓൺ? ഓക്കെ, അനിൽ അംബാനീൻ്റെ അടുത്ത് ചാറ്റ് ലേറ്റർ എന്ന് നേരത്തെ പറഞ്ഞ് പോയിട്ട് എന്തെങ്കിലും ഇടയിൽ കൂടെ മീറ്റ് ചെയ്തോ? സ്റ്റീവ് ബാനനെയും ജാരഡ് കുഷ്ണറിനെയും മീറ്റ് ചെയ്തോ? അതാണ് ആക്ച്വലി സംഭവം. ഇറ്റ് വർക്ക്ഡ് എന്ന് പറയുന്നുണ്ട്, അതായത് വർക്ക് ചെയ്തു, നമ്മുടെ പ്ലാൻ വർക്ക് ചെയ്തു, അതുപോലെ നിങ്ങൾക്ക് ചെയ്തുകൂടെ ഖത്തറുകാരെ എന്നാണ് ഈ മെയിലിൽ പറയുന്നത്. ആക്ച്വലി ഇത് ഇന്ത്യക്കാരെ കുറിച്ചുള്ള മെയിലേ അല്ല, ഇത് ഖത്തറിൻ്റെ ബ്ലോക്കേഡ് വന്നപ്പോൾ അതിന് പറഞ്ഞ കാര്യങ്ങളാണ്. മനസ്സിലായില്ലേ? ഇതാണ് കാര്യം. ഇനി അതേപോലെ സ്റ്റീവ് ബാനനും എപ്സ്റ്റീനുമായിട്ടുള്ള ചാറ്റുണ്ട്. സ്റ്റീവ് ബാനൻ എന്ന് പറഞ്ഞാൽ മഹാമോശം ഒരാളാണ് കേട്ടോ. 24 മെയ് 2019 അതന്നെ ഈ നമ്മുടെ അംബാനിയൊക്കെ ലാസ്റ്റ് പോയി കണ്ടു എന്ന് പറഞ്ഞില്ലേ, ആ സമയത്ത് ഒരു മെയിൽ സ്റ്റീവ് ബാനനും എപ്സ്റ്റീനായിട്ടുള്ള ചാറ്റാണത്. മെയിലല്ല, ചാറ്റാണ്. അതിൽ റിയലി ഇൻട്രസ്റ്റിംഗ് മോഡി മീറ്റിംഗ്, ഹി വൺ വിത്ത് ഹ്യൂജ് മാൻഡേറ്റ്. His guy said no one in Washington speaks to him. However, his man's main enemy is China. Their proxy is with Pakistan. Totally buys into your vision. അതായത് ഇവരെല്ലാവരും ഈ എപ്സ്റ്റീനും ഈ സ്റ്റീവ് ബാനനും എല്ലാവരും ആൻറ്റി ചൈനയാണ്. ചൈനേൻ്റെ ഒരു ചൈനേനെയാണ് ഒരു മെയിൻ ശത്രുവായിട്ട് കാണുന്നത്. ഓക്കെ, കാരണം ചൈനയ്ക്കൊരു ഇന്നില്ല,
റഷ്യൻ്റെ FSBൻ്റെ ആളുടെ അടുത്ത് വരെ എപ്സ്റ്റീൻ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ചൈനയുടെ ഒരു മെയിൻ ഒരാളുടെ അടുത്തോ ഒരു ഗവൺമെൻറ്റിലെ ഒരാളുടെ അടുത്തോ സംസാരിച്ചിട്ട് ഒരു സംഭവമേ ഇല്ല അതിൽ. ഞാൻ നോക്കിയിട്ട് കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ പുതിയത് വരുമോ എന്നറിയില്ല. ഇനിയിപ്പോൾ ഷീ ജിൻപിങ്ങിൻ്റെ അടുത്ത് മറ്റേ മെയിൽ അയച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. അതിപ്പോൾ എന്തായാലും വരും. ഇപ്പോൾ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ദേ ആർ ഓൾ ആൻറ്റി ചൈന. അപ്പോൾ അവർ നിങ്ങളുടെ വിഷനിലേക്ക് വന്നു, നിങ്ങളുടെ വിഷൻ പോലെ അവർ ചെയ്തു. ഈ നമ്മുടെ ഇന്ത്യയുടെ മോദിയുടെ മെയിൻ, നമ്മുടെ ഇന്ത്യക്കാരൻ മോദിൻ്റെ ഡിപ്ലോമാറ്റായിട്ട് പോയ ഒരാളുടെ മെയിൻ ശത്രു എന്ന് പറയുന്നത് ഈ ചൈനയാണ്. കാരണം ചൈനക്കാരുടെ പ്രോക്സിയാണ് പാകിസ്ഥാൻ. അവരവിടെ പോയി പോർട്ടും അവർ പൈസയൊക്കെ കൊടുത്ത് പാകിസ്ഥാനെ സെറ്റാക്കി വെക്കുന്നത് ചൈനയാണ്. അപ്പോൾ അവർക്കെതിരെയാണ് പറഞ്ഞത്. നിങ്ങളുടെ വിഷൻ അനുസരിച്ചിട്ടാണ് അത് സംഭവിച്ചതെന്നാണ് എപ്സ്റ്റീൻ പറയുന്നത്. സ്റ്റീവ് ബാനൻ്റെ അടുത്താണ് പറയുന്നത്. സ്റ്റീവ് ബാനൻ്റെ വിഷൻ കറക്റ്റായി, അതുപോലെ ആയി എന്നാണ് പറയുന്നത്. സ്റ്റീവ് ബാനൻ പറയുന്നു, I am doing a 1-hour show for India on Modi while here, bringing American Hindu guys with us. അതായത് അമേരിക്കനിലുള്ള ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാരെ നമ്മൾ ഒന്നിപ്പിച്ചിട്ട് ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ റൈറ്റ് വിങ്ങിലേക്ക് ചേർത്താൻ വേണ്ടിയിട്ട് ഞാനൊരു 1 hourൻ്റെ ഒരു പരിപാടി ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എപ്സ്റ്റീൻ പറയുന്നു, ഹിസ് ഫോക്കസ് വാണ്ട്സ് ടു ബി സ്റ്റോപ്പിംഗ് ചൈന. ഇവർക്ക് എങ്ങനെയെങ്കിലും ചൈനനെ സ്റ്റോപ്പ് ചെയ്യണം. അത് ഇതിലൊരു 3-4 തവണ പറയുന്നുണ്ട്. അതിൽ രണ്ടാമത്തെ തവണയാണത്. ചൈനനെ സ്റ്റോപ്പ് ചെയ്യണം. അവർ ചൈനനെ സ്റ്റോപ്പ് ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്യൂ എന്ന് എപ്സ്റ്റീൻ ബാനനോട് പറയുന്നു. ഐ ക്യാൻ സെറ്റ് യു എ മീറ്റിംഗ് വിത്ത് മോഡി, യു ഷുഡ് മീറ്റ് മോഡി എന്ന് എപ്സ്റ്റീൻ പറയുന്നുണ്ട്. എപ്സ്റ്റീൻ പറയുന്നു, എനിക്ക് മോദിയും സ്റ്റീവ് ബാനനുമായിട്ടുള്ള മീറ്റിംഗ് സെറ്റ് ചെയ്യാൻ പറ്റും. ഐ ക്യാൻ സെറ്റ് എ മീറ്റിംഗ് ഫോർ യു. അപ്പോൾ സ്റ്റീവ് ബാനൻ പറയുന്നു, പ്ലീസ് സെറ്റ് യു, വെൻ ക്യാൻ യു ഡു ഇറ്റ്. പിന്നെ ചാറ്റ് വേറെ എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി. ഇതാണ് വേറൊരു സംഭവം. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ കണക്ഷൻസ് ആർ ദർ, ഡിപ്ലോമാറ്റിക് കണക്ഷൻസ് ആർ ദർ. ചൈന ആൻറ്റി ചൈന എന്നുള്ള പോളിസി ഇവർക്കുണ്ട്, അത് നമുക്കുണ്ട്, ഇന്ത്യക്കാർക്കുണ്ട്. അപ്പോൾ അതിലേക്ക് അവരെ കൂടുതൽ ഫോക്കസ് ചെയ്യിപ്പിക്കൂ എന്നാണ് ഇവർ തമ്മിൽ സംസാരിക്കുന്നത്. മനസ്സിലായാലും. ഇനിയാണ് നമ്മുടെ മെയിൻ ആൾ ഹർദീപ് സിംഗ് പുരി. 166 തവണ. കുറച്ച് മുന്നേ നോക്കിയപ്പോൾ കുറച്ച് കൂടുതൽ തവണയുണ്ട്. ഇവരൊക്കെ എന്തൊക്കെയോ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് പുള്ളിയുടെ ഒരു കാര്യം എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, ഹീസ് ട്രൈയിങ് ടു മച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഓവറായിട്ടുള്ളൊരു സംഭവമില്ലേ, ഭയങ്കര ഇങ്ങനെ ചാറ്റൊക്കെ ചെയ്യുമ്പോൾ ഹലോ മൈ ഫ്രണ്ട് ഹൗ ആർ യു അങ്ങനെയൊക്കെ അടിക്കുന്ന ആൾക്കാർ, അതുപോലത്തെ ഒരു സംസാരമാണത്. ഇയാളുടെ ഇങ്ങനത്തെ സംസാരം കേട്ടിട്ട് നോർവീജിയൻ ഡിപ്ലോമാറ്റായിട്ടുള്ള ഈ ഇൻ്റർനാഷണൽ പീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയൊക്കെ ഫോർമർ പ്രസിഡൻ്റായിട്ടുള്ള ഇതിൻ്റെ പ്രൊണൗൺസിയേഷൻ എങ്ങനെ അറിയില്ല, റോഡ് ലാർസൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ നോർവീജിയക്കാരനാണ്. അയാൾ പറഞ്ഞിട്ടുണ്ട്, ഈ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് മെയിലിന് എപ്സ്റ്റീന്, ഇഫ് യു സീ എ സ്നേക്ക് ഓർ എൻ ഇന്ത്യൻ കിൽ ഇന്ത്യൻ ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ പറയുന്ന ഒരു സംഭവമില്ലേ, സേയിങ് ഇല്ല. അതുപോലെ ഇവർ ഇന്ത്യക്കാരനെ കുറിച്ച് ഇയാളുടെ ഒരു വർത്താനമൊക്കെ കേട്ടിട്ട്, കാരണം അങ്ങനെയാണ് ഇയാളുടെ വർത്താനം, ഞാൻ പറഞ്ഞത്. ഇയാളിങ്ങനെ മറ്റേ എസ്സേ കണക്കിന് ഇതൊക്കെ അയക്കും. അതായത് 2014 ഇയാളൊരു മെയിൽ അയച്ചിട്ടുണ്ട്. അതിൽ ഇന്ത്യയെക്കുറിച്ച് ഇങ്ങനെ പൊക്കിയടിച്ച്, ഇന്ത്യയിൽ അത്ര ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അതുണ്ട് ഇതുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റിന് വരണം, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അതിലൊരു മെൻഷൻ ചെയ്യുന്നുണ്ട്, ഡിജിറ്റൽ ഇന്ത്യനെക്കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്. 2015 നമ്മുടെ മോദി ഗവൺമെൻറ് ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദ്ധതിയെ അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ ഹി ന്യൂ അബൌട്ട് ദാറ്റ് പ്ലാൻ, അല്ലെങ്കിൽ അയാൾക്ക് ആ ഒരു പ്രോസ്പെക്ടസ് അല്ലെങ്കിൽ ആ ടോക്കിംഗ് പോയിൻറ്റ്സ് പോലത്തെ ഈ ഇപ്പോൾ ഗവൺമെൻറ് എങ്ങനെയാണ് ഡിപ്ലോമാറ്റിനെ വിടുക, ലോകത്തുള്ള പവർഫുള്ളായിട്ടുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റിന് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ഈ ഡിപ്ലോമാറ്റായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഒരു സംഭവം അയച്ചു കൊടുക്കും, ഈ ടോക്കിംഗ് പോയിൻറ്റ്സ് അങ്ങനെയൊക്കെയല്ല യൂഷ്വലി, അല്ലാണ്ട് ഇവർ കൈ നിർത്തിയിടുകയല്ലോ. പിന്നെ ഇന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അയച്ചു കൊടുത്തു. അതിനെ പുള്ളി ഒരു എസ്സേ പോലെ ആക്കിയിട്ട് അയച്ചു കൊടുത്താണോ, ഇതിനിപ്പോൾ കോപ്പി പേസ്റ്റ് ചെയ്താണോ എന്ന് അറിയില്ല. ടോക്കിംഗ് പോയിൻറ്റ്സിൽ ഡിജിറ്റൽ ഇന്ത്യ എന്ന് പ്രത്യേകം മെൻഷൻ ചെയ്യുന്നുണ്ട്. ആ ഡിജിറ്റൽ ഇന്ത്യ അടുത്ത കൊല്ലമേ ഇന്ത്യക്കാർക്ക് അറിയുന്നുള്ളൂ. അതിന് മുന്നേ എപ്സ്റ്റീൻ അറിഞ്ഞു നമ്മുടെ ഡിജിറ്റൽ ഇന്ത്യയെക്കുറിച്ച്. ഹർദീപ് സിംഗ് പുരി ഇപ്പോഴത്തെ നമ്മുടെ പെട്രോളിയം മിനിസ്റ്റർ എപ്സ്റ്റീനെ മെയിൽ അയച്ചിട്ടുണ്ട് 2014.
ഈ ഹർദീപ് സിംഗ് പുരിൻ്റെ ഒരു കരിയർ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് കരിയറാണ്. ഇയാൾ 1974 തൊട്ട് 2013 വരെ ഡിപ്ലോമാറ്റ് ആയിരുന്നു. UN ഇന്ത്യൻ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുണ്ട്. ജനീവയിലും ന്യൂയോർക്കിലും അയാൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ബ്രസീലിൻ്റെ അംബാസിഡർ ആയിരുന്നു. ഡെപ്യൂട്ടി ഹൈ കമ്മീഷണർ ടു ലണ്ടൻ ആയിരുന്നു. 2014 ഈ ഡിപ്ലോമാറ്റ് സംഭവങ്ങളൊക്കെ വിട്ടിട്ട് BJP ചേരുന്നത്. 2021 അയാൾ പെട്രോളിയം മിനിസ്റ്റർ ആവുന്നത്. അപ്പോൾ ഇയാളുടെ ഒരു ഞാൻ പറഞ്ഞില്ല, ഇയാളിങ്ങനെ ഓവറായിട്ട് ഇങ്ങനെ പറയുമെങ്കിൽ ഇതിലൊരു കുഴപ്പം എവിടെയാണ് ഞാൻ കണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഡിസംബർ 2014 24 ഇയാളൊരു മെയിൽ അയച്ചിട്ടുണ്ട്. ഡിയർ ജെഫ്, സീസൺസ് ഗ്രീറ്റിംഗ്. എനിക്കെന്നെ കഞ്ചടിക്കുന്ന ഇയാളുടെ വാർത്ത കേട്ടിട്ട്. പ്ലീസ് ലെറ്റ് മീ നോ വെൻ യു ആർ ബാക്ക് ഫ്രം എക്സോട്ടിക് ഐലൻഡ്. ഡിയർ ജെഫ്, സീസൺസ് ഗ്രീറ്റിംഗ്. നിങ്ങളെപ്പോഴാണ് എക്സോട്ടിക് ഐലൻഡിൽ നിന്ന് തിരിച്ചു വരുന്നത്? സോ ഹീ ന്യൂ അബൌട്ട് ദ ഐലൻഡ്. അംബാനിക്കും ഈ ഐലൻഡിനെ കുറിച്ച് അറിയാം, ഹർദീപ് സിംഗ് പുരിക്കും ഐലൻഡിനെ കുറിച്ച് അറിയാം. അംബാനിനെ ക്ഷണിച്ചിട്ടുണ്ട്, ഹർദീപ് സിംഗ് പുരിനെ ക്ഷണിച്ചിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷേ ഹീ ന്യൂ അബൌട്ട് ദ ഐലൻഡ്. ഹീ ന്യൂ അബൌട്ട് ദാറ്റ് ഐലൻഡ് ഓഫ് എപ്സ്റ്റീൻ. വെറുതെ ഒരു ഐലൻഡ് അല്ലല്ലോ. അപ്പോൾ ഐ വുഡ് ലൈക്ക് ടു കം അക്രോസ് ഫോർ എ ചാറ്റ്. ഓക്കെ, അപ്പോൾ ഒരു ബുക്ക് തരാം, അതിൽ നിങ്ങൾ ഇന്ത്യയുടെ ഇൻട്രസ്റ്റ് നിങ്ങൾ ആ ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ കൂടും എന്നൊക്കെയാണ് ഇയാൾ പിന്നെയും ആ ചാറ്റിൽ വരുന്ന പറയുന്നത്. 2015 ഇവർ മീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ആ അസിസ്റ്റൻ്റായിട്ട് സംസാരിച്ചിട്ടുണ്ട്. 2017 മീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ലെസ്ലി ഗ്രോഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ഈ എപ്സ്റ്റീൻ്റെ അസിസ്റ്റൻറ്റ്. അവരായിട്ട് സംസാരിച്ചിട്ടുണ്ട്. 2015, 2014, 2017 എല്ലാ തവണയും മീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലിങ്ക്ഡിൻ്റെ ഫൗണ്ടർ ഉണ്ടല്ലോ, റീഡ് ഹോഫ്മാൻ പറഞ്ഞിട്ട്, നമ്മുടെ പേപ്പാൽ മഫിയിലൊക്കെ ഉള്ള ആളാണ്. അയാളായിട്ടും മീറ്റിംഗ് ഉണ്ട്. അയാൾ പറയും, ഇയാൾ സംസാരിക്കുന്നുണ്ട്. ജെഫ്രി ഹാസ് എക്സ്ക്യൂസിറ്റ് ടേസ്റ്റ് ഇൻ പീപ്പിൾ. അതായത് ജെഫ്രി ആൾക്കാരെ സെലക്ട് ചെയ്യുന്നതിൽ മിടുക്കനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ സംസാരിക്കുന്നുണ്ട്. ഈ റീഡ് ഹോഫ്മാനായിട്ട് ഒരുപാട് ചാറ്റ് ഉണ്ട്. ഇവർ നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ക്ഷണിച്ചിട്ടുണ്ട് ഹർദീപ് സിംഗ് പുരി റീഡ് ഹോഫ്മാൻ്റെ അടുത്തുനിന്ന്. ഇതെല്ലാവരും മുട്ടിച്ചു കൊടുക്കണം. തന്നെയാണല്ലോ പവർ ബ്രോക്കർ. പൈസ ഉള്ളവനും ആ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും ഒരു റിസോഴ്സസ് വിൽക്കാനുള്ളവനും കൂടെ മുട്ടിച്ചു കൊടുക്കുക. അതന്നെയുള്ള പവർ ബ്രോക്കർ എന്ന് പറയുന്നത്. സൊമാലി ലാൻഡ് എന്ന് പറഞ്ഞിട്ടൊരു പുതിയൊരു രാജ്യമുണ്ട്. അപ്പോൾ ആ രാജ്യത്തിലെ മിനറൽ റൈറ്റ്സ്, റോഡ് റൈറ്റ്സ്, എയർപോർട്ട്, മറ്റേ എന്താ പറയുക, പോർട്ട്, പിന്നെ വീട്, മറ്റേ കൺസ്ട്രക്ഷൻ, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടം പോലെ റൈറ്റ്സ് ഉണ്ടാകും. പുതിയൊരു രാജ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പവർ ബ്രോക്കേഴ്സിനൊക്കെ അതൊരു കോളാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഇവരെന്നെ പുതിയ രാജ്യങ്ങളിൽ ഉണ്ടാക്കും, സ്പ്ലിറ്റ് ചെയ്യും. ഇതൊക്കെയാണ് ഇവരുടെ പരിപാടി. സുഡാൻ കണ്ടില്ലേ, സൗത്ത് സുഡാൻ നോർത്ത് സുഡാനായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി വേറൊരു വിയേർഡായിട്ടുള്ള സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കാത്തി റൂംലറിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞില്ലേ. കാത്തി റൂംലർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അറ്റേർണി ഉണ്ട്. പുള്ളിക്കാരി ഇങ്ങനെ ഈ റോഡ് ചൈൽഡിൻ്റെ ഇടയിൽ നിന്നിട്ട് ഈ ടാക്സ് ഇഷ്യൂസൊക്കെ തീർത്തു കൊടുക്കുന്ന ഒരു സ്ത്രീയാണെന്ന് പറഞ്ഞിട്ട് അവരും എപ്സ്റ്റീനായിട്ടുള്ളൊരു മെയിൽ 9 ഒക്ടോബർ 2014 അവർ പറയുന്നുണ്ട്. കംപ്ലയിൻറ്റ് പറയാണ്, നിങ്ങളുടെ ഷെഡ്യൂളൊക്കെ മര്യാദയ്ക്ക് ചെയ്യണം. UN ജനറൽ അസംബ്ലി മീറ്റിംഗ് ആഴ്ചയാണിത്. ബോസ് വിൽ ബി ഹിയർ, ഐ വിൽ ബി ഹിയർ, യു മേ ഗെറ്റ് സിക്ക് ഓഫ് മീ എന്നൊക്കെ പറയുന്നുണ്ട്. അത് നമ്മൾ ഒരുപാട് തവണ കാണും എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള സംഭവമാണ് പറയുന്നത്. ബോസ് എന്നാണ് പറയുന്നത്. ഒബാമയായിരുന്നു ആ സമയത്ത് അമേരിക്കൻ പ്രസിഡൻറ്റ്. ചിലപ്പോൾ ഒബാമനെ ആയിരിക്കും പറയുന്നത്, അറിയില്ല. ഏതൊരു ബോസിനെ കുറിച്ച് പറയുന്നുണ്ട്. പ്രസിഡൻ്റ് ആയിരിക്കും. ഇവർ വൈറ്റ് ഹൗസിൽ വർക്ക് ചെയ്യായിരുന്നു കാത്തി റൂമിൽ ആ സമയത്ത്. അപ്പോൾ ജെഫ്രി എപ്സ്റ്റീൻ പറയുന്നുണ്ട്, ഗേൾസ് കെയർഫുൾ, ഐ വിൽ റിന്യൂ മൈ ഓൾഡ് ഹാബിറ്റ്. കംപ്ലയിൻറ്റ് പറയുമ്പോൾ എന്താ നിങ്ങളുടെ ഷെഡ്യൂൾ എന്നൊക്കെ മര്യാദയ്ക്ക് ചെയ്യേണ്ടേ. ജനറൽ അസംബ്ലി മീറ്റിംഗ് വരികയാണ് ന്യൂയോർക്കിൽ, എല്ലാവരും ഉണ്ടാവും. അപ്പോൾ എന്നൊക്കെ പറയുമ്പോൾ ഗേൾസ് കെയർഫുൾ, ഐ വിൽ റിന്യൂ മൈ ഓൾഡ് ഹാബിറ്റ് എന്ന് പറയുന്നുണ്ട്. ഈ ആഴ്ച ഞാനും കുറേ പേരുമായിട്ട് മീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ന്യൂയോർക്കിൽ. എന്നാ പിടിച്ചോ മീറ്റിംഗ് ലിസ്റ്റ്. പീറ്റർ തീൽ, ലാരി സമ്മേഴ്സ് പറഞ്ഞാൽ ഹാർവർഡ് യൂണിവേഴ്സിറ്റിൻ്റെ പ്രസിഡൻ്റൊക്കെ ആയിരുന്ന ആളാണ്. മംഗോളിയ പ്രസിഡൻറ്റ്. ഞാൻ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇസ്രയേലും മംഗോളിയായിട്ടുള്ളൊരു ഇടയിൽ ബ്രോക്കറായിട്ട് നിന്നത് എപ്സ്റ്റീനാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ മംഗോളിയൻ പ്രസിഡൻറ്റ് ഇയാളെ മീറ്റ് ചെയ്യാൻ വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഹർദീപ് സിംഗ് പുരി ഇന്ത്യയിൽ നിന്ന്
ജബോർ ഖത്തറിൽ നിന്ന് അയാൾ വരുന്നുണ്ട്. ഇയാൾ പണ്ട് സംസാരിച്ച ആളും. സുൽത്താൻ ദുബായിൽ നിന്ന് നമ്മുടെ DP വേൾഡിൻ്റെ ആൾ സുൽത്താൻ വരുന്നുണ്ട്. ലിയോൺ ബ്ലാക്ക് മറ്റേ അപ്പോളോ ഇൻവെസ്റ്റ്മെൻറ്റ് ഫേമിൽ നിന്ന് ലിയോൺ ബ്ലാക്ക് വരുന്നുണ്ട്. വുഡി ഹാരൽസൺ എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഡയറക്ടറാണ്. സ്വന്തം മകളിൽ തന്നെ അഡോപ്റ്റഡ് ഡോട്ടറിനെ തന്നെ കല്യാണം കഴിച്ച ഒരാളാണ്. ഇനി അടുത്ത ഒരു മെയിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഇവരുടെയൊക്കെ ഒരു പവർ കാണിക്കുന്നത്. ഒക്ടോബർ 2014 ഈ ഹർദീപ് സിംഗ് പുരിൻ്റെ അടുത്ത് പറയുന്ന ഒരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ എൻ്റെ ഒരു അസിസ്റ്റൻറ്റിനോ എൻ്റെ ഒരു കൂടെയുള്ള ആൾക്ക് ഇന്ത്യൻ വിസ വേണം, അപ്പോൾ നിങ്ങളൊന്ന് ഡീലാക്കി തരണം എന്ന് പറഞ്ഞിട്ട് ഹർദീപ് സിംഗ് പുരിക്ക് മെയിൽ അയക്കുകയാണ്. അപ്പോൾ ഹർദീപ് സിംഗ് പുരി അത് പ്രമോദ് ബജാൽ എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്ക് ഫോർവേഡ് ചെയ്യാണ്. എന്നിട്ട് അയാൾ ഇപ്പോഴത്തെ നമ്മുടെ അടിപൊളിയാണ്, എല്ലാം ഓൺലൈനിൽ തന്നെ ചെയ്യുക, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ അതിന് മെസ്സേജ് വായിക്കുന്നുണ്ട്. അപ്പോൾ എപ്സ്റ്റീൻ എന്തെങ്കിലും ഇന്ത്യൻ വിസയൊക്കെ വേണമെങ്കിൽ നേരെ ഹർദീപ് സിംഗ് പുരിൻ്റെ അടുത്താണ് സംസാരിക്കുന്നത്. അതും ഇവിടെ വ്യക്തമാണ്. അപ്പോൾ ഇയാൾ എത്ര തവണ മീറ്റ് ചെയ്തു എന്ന് 9 മീറ്റിംഗ് നമുക്ക് ഈ ഒരു റെക്കോർഡ്സ് നിന്ന് കിട്ടുന്നുണ്ട്. 2014 ഒരു സമയത്ത് 4 മാസത്തിൽ 4 തവണ കണ്ടിട്ടുണ്ട്. ഓക്കെ, മൊത്തം 9 മീറ്റിംഗ് ഇയാൾ 2014 തന്നെ നടന്നു എന്നും പറയുന്നുണ്ട്. നമുക്ക് പിന്നെയും നമുക്കിവിടെ കാണാൻ പറ്റും 2015-ലും 2017-ലും മീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എത്ര തവണ മീറ്റ് ചെയ്തു എന്ന് ഒരു ഐഡിയ ഇല്ല. മൊത്തത്തിൽ കുറേ തവണ മീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഹർദീപ് സിംഗ് പുരിൻ്റെ നമ്മുടെ ഇന്ത്യൻ കണക്ഷൻ നമ്മൾ കഴിഞ്ഞു.